നമസ്കാരം. ശ്രീപ്രകാശ് ശുക്ലയും അയാളുടെ കൂട്ടാളികളും ആ മതിലിന് മുകളിൽ കൂടി പുറത്തു ചാടി സൂരജ്മന്റെ കാറിനകത്തേക്ക് കയറുന്ന അതേ നിമിഷത്തിൽ ഹോസ്പിറ്റലിനുള്ളിൽ വെടിവെപ്പിന്റെ ശബ്ദം കേട്ടു. വാഹനം മൂവ് ചെയ്യുന്ന സമയത്ത് സുധീർ ശ്രീപ്രകാശിനോട് ചോദിച്ചു, ഏയ് ശ്രീ, എന്താ അവിടെ വെടിവെപ്പ്? സുധീർ, അത് അവരുടെ ഒരു അടവാണ്. നമ്മൾ വെടിവെച്ചപ്പോ തിരിച്ച് ഒന്നും ചെയ്യാതെ ഒളിച്ചോടിയ ആ പോലീസുകാർ അവരുടെ ഹയർ ഓഫീഷ്യൽസിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചുമ്മാ വെടിവെക്കുന്നതാണ്. പോലീസുകാരുടെ ഒരു ശൈലി എന്താണ് എന്നതിനെ കുറിച്ച് ശ്രീപ്രകാശ് വ്യക്തമായി മനസ്സിലാക്കി എന്നതാണ് ആ വാചകത്തിന്റെ അർത്ഥം. ശ്രീപ്രകാശിന്റെ കമന്റ് കേട്ട് ചിരിച്ചുപോയ സൂരജ്മൻ ശ്രീപ്രകാശിനോട് പറഞ്ഞു, ശ്രീ, സത്യത്തിൽ ഇത് അതിശയപ്പെടുത്തുന്നതാണ്. അവിടെ 10-40 ആളുകൾ ചെങ്കണ്ണുകളുമായി കാവലുണ്ടായിരുന്നിട്ടും ആ റായ് ബിഹാരിയെ തീർക്കാൻ പറ്റിയത് ശരിക്കും അതിശയം തന്നെയാണ്. സൂരജ്മാന്റെ ശബ്ദത്തിലെ സന്തോഷം അയാളുടെ വാക്കുകളിൽ പ്രകടമാണ്. 40ഓളം ആളുകൾ പോലീസുകാരും സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സുമായി അവിടെ കാവലുണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് ഇടയിലുണ്ടായിരുന്ന റായ് ബിഹാരി പ്രസാദിനെ ശ്രീപ്രകാശ് ശുക്ലയും കൂട്ടാളികളും ചേർന്ന് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം ശരിക്കും അത്ഭുതപ്പെടുന്ന ഒന്ന് തന്നെയാണ്. സൂരജ്മാൻ അത്ഭുതത്തോടെ ആ കാര്യം പറഞ്ഞതും ശ്രീപ്രകാശ് സൂരജ്മാനോട് പറഞ്ഞു, ബൈ, എത്ര തോക്ക് ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, ആരാദ്യം വെടിവെക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ റായ് ബിഹാരി പ്രസാദിനെ കവർ ചെയ്തുകൊണ്ട് 40ഓളം ആളുകളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവരൊക്കെ വെടിവെക്കുന്നതിന് മുമ്പ് ശ്രീപ്രകാശ് വെടിവെച്ചപ്പോ ആ 40 ആളുകളും ഒന്ന് പതറിപ്പോയി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീപ്രകാശിനെയും അയാളുടെ കൂട്ടാളികളെയും കൊണ്ട് ആ കാറ് അതിവേഗം പാറ്റ്നയിൽ നിന്ന് മൊഹാമയിലേക്ക് നീങ്ങുകയാണ്. പോകുന്ന വഴിക്ക് അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സൂരജ്മാൻ ഇറക്കി വിട്ടു. അവർക്ക് വേണ്ടിയുള്ള വാഹനം അവിടെ എത്തും. അവിടെ റോഡ് സൈഡിലുള്ള ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീറിനോടും അഞ്ജുവിനോടുമായി ശ്രീപ്രകാശ് പറഞ്ഞു, നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖല ഒന്നുകൂടി ഒന്ന് ശക്തമാക്കണം. ശ്രീ, പ്രവർത്തന മേഖല ഒന്നുകൂടി ശക്തമാക്കണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങള് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സകല കടക്കാരും പോലീസുകാർക്ക് കപ്പം കൊടുക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പിരിവ് കൊടുക്കുന്നത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് അവരത് കൊടുക്കുന്നത്? ഭയന്നിട്ടാണ്. ആ ഭയം നമുക്ക് ആ വ്യാപാരികൾ കൊണ്ടുവരാൻ പറ്റിയാൽ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അവർ കൊടുക്കുന്ന അതേ കൈക്കൂലി നമുക്ക് കിട്ടും. നമുക്ക് എല്ലാ മാസവും കൃത്യമായും പിരിവ് തരുന്ന കുറെ വ്യാപാരികളെ സൃഷ്ടിക്കണം. ശരിക്കും നമ്മുടെ ആ കേബിൾ TV ബിസിനസ്സിലെ മാസം തോറും നമ്മൾ കളക്ഷൻ എടുത്തിരുന്ന ആ ബിസിനസ്, അതേ ശൈലിയിൽ നമുക്ക് എല്ലാ വ്യാപാരികളിൽ നിന്നും മാസം തോറും കളക്ഷൻ എടുക്കാൻ പറ്റും. അവന്മാരെ നമ്മൾ ഭീഷണിപ്പെടുത്തിയാൽ മാത്രം മതി. ശ്രീ, അത് ശരിയാവൂ? അവന്മാർക്ക് ഈ വ്യാപാര മണ്ഡലമൊക്കെ ഇല്ലേ? നമ്മുടെ വ്യാപാരി വ്യവസായ വികസന സമിതി പോലെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഉള്ള വ്യവസായികളുടെ കൂട്ടത്തെയാണ് ഈ വ്യാപാര മണ്ഡലം എന്ന് പറയുക. വ്യാപാര മണ്ഡലം ശക്തമാണ്. ഈ ശൈലിയിൽ ആരെങ്കിലും അവർ ഭീഷണിപ്പെടുത്താൻ ചെന്നാൽ സ്വാഭാവികമായി ഒറ്റക്കെട്ടായി അതിനെ നേരിടാൻ സാധ്യതയുണ്ട്. ആ കാര്യമാണ് സുധീറും അഞ്ജുവും ശ്രീപ്രകാശിനോട് സൂചിപ്പിച്ചത്. അത് കേട്ടതും ശ്രീപ്രകാശ് പറഞ്ഞു, ഈ വ്യാപാരി മണ്ഡലിനും ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മള് അതിലൊരാളെ വിളിച്ചങ്ങ് ഭീഷണിപ്പെടുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ വ്യാപാര മണ്ഡലിന്റെ ശക്തിയൊക്കെ. വ്യാപാര മണ്ഡലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആള് വലിയ വാചകമൊക്കെ അവരുടെ അംഗങ്ങളോട് പറയും. പക്ഷെ ശ്രീപ്രകാശ് ആ വ്യാപാര മണ്ഡലിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് കാര്യമായി ഒന്ന് ഉപദേശിച്ചാൽ അയാൾ ആ നിമിഷത്തിൽ ശ്രീപ്രകാശിന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴും. അത് ശ്രീപ്രകാശിന് അറിയാം. ശ്രീപ്രകാശും കൂട്ടാളികളും അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ വാഹനം വന്നു. വാഹനം മൂവ് ചെയ്യുന്നത് ലക്നൌവിലേക്കാണ്. ലക്നൌവിലേക്ക് അവരുടെ വാഹനം മൂവ് ചെയ്യുന്ന അതേ സമയത്ത് പാറ്റ്നയിൽ പോലീസിന്റെ തലപ്പത്തുള്ള ആളുകളെല്ലാം ആ ഇന്ദിരാഗാന്ധി മെഡിക്കൽ സയൻസിൽ എത്തിയിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ വലങ്കയായ റായ് ബിഹാരി പ്രസാദ് അതിശക്തനായ മന്ത്രിയായിരുന്നു. ഒരു CBI അന്വേഷണം അയാളുടെ മുകളിൽ നടക്കുന്നത് കൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് അയാളെ കൊണ്ട് രാജിവെപ്പിച്ചത്. രാജിവെച്ചെങ്കിലും ലാലു പ്രസാദിന്റെ ആ വലങ്കൈ ബീഹാറിലെ ശക്തരിൽ ശക്തനാണ്. അയാളാണ് വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറ്റ്നയിലുള്ള സകല ടോപ്പ് ഒഫീഷ്യൽസും ഇന്ദിരാഗാന്ധി മെഡിക്കൽ സയൻസിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. ഗവൺമെന്റിന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹൈ സെക്യൂരിറ്റിയിലുള്ള ഒരാളെ ഈ ശൈലിയിൽ വെടിവെച്ചു കൊല്ലാൻ ഒരു ക്രിമിനലിന് കഴിയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ അനുവദിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ പോലീസ് സകല ഹൈവേകളും ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ പരിശോധിച്ചു തുടങ്ങി.
ഒരു തരത്തിലും ആ കൊലപാതകികൾ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ അങ്ങനെയൊക്കെ തീരുമാനിച്ചെങ്കിലും ശ്രീപ്രകാശ് ശുക്ലയും ടീമും നേരത്തെ നിശ്ചയിക്കപ്പെട്ട റൂട്ടുകളിലൂടെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ശ്രീപ്രകാശ് ശുക്ല സുധീറിനോടും അഞ്ജുവിനോടായി പറഞ്ഞു, നമുക്ക് ലക്നൌവിൽ നിന്ന് കൂടുതൽ പണം കളക്ട് ചെയ്യണം, ആ പണം നമുക്ക് ഇലക്ഷനിൽ ഉപയോഗിക്കണം. അങ്ങനെ ശ്രീപ്രകാശ് പറഞ്ഞതും അഞ്ജു ശ്രീപ്രകാശിനോട് ചോദിച്ചു, ഏയ് ബായ് ഇലക്ഷൻ നിൽക്കാൻ പോവുകയാണ്. ഏയ് ഞാൻ ഇലക്ഷൻ നിൽക്കേണ്ട കാര്യമില്ല, ഞാനും ദാദയും ആ പണം ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ ഇലക്ഷനിൽ മത്സരിപ്പിക്കും. ബീഹാറിലും UP-യിലും ഒരു 10-15 MLA-മാരെ ജയിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ പിന്നെ നടക്കും. പിന്നെ നമ്മളെ പിടികൂടാൻ പോലീസ് ശ്രമിക്കത്തേയില്ല. UP-യിലെയും ബീഹാറിലെയും ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് MLA-മാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് സൂരജ് പാൻ ശ്രീപ്രകാശുമായി ചർച്ച ചെയ്തിരിക്കുന്നത്. അതിനാവശ്യമായ പണം ആളുകളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തി കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ശ്രീപ്രകാശ് കടക്കാൻ പോകുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ ലക്നൌവിലേക്ക് തിരിച്ചിരിക്കുന്നത് തന്നെ. പാറ്റ്നയിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കുള്ള ഹൈവേ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ശ്രീപ്രകാശ് ശുക്ലയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ പോലീസ് ശ്രീപ്രകാശ് ശുക്ലയെ വേട്ടയാടാൻ വേണ്ടി രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ വിവരം അറിയിച്ചു. UP സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ടീം ലക്നൌവിൽ നിന്ന് പാറ്റ്നയിലെത്തി. അവർക്ക് വേണ്ടി ഒരുക്കിയ ഗസ്റ്റ് ഹൗസിലെത്തിയ പാറ്റ്നയിലെ SP നടന്ന സംഭവങ്ങളൊക്കെ STF-നെ അറിയിച്ചു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിട്ട് SSP അരുൺകുമാറും അതുപോലെ രാജേഷ് പാണ്ഡെയും SP സുഖ്വീർ സിംഗും ഒക്കെ ഉണ്ട്. ആ ടീമിനോട് ശ്രീപ്രകാശ് എങ്ങനെയാണ് ആ ഉദ്യമം നടത്തിയതെന്ന് SP പറഞ്ഞപ്പോൾ അവർക്ക് പോലും ശരിക്കും ഒരു അതിശയം ഫീൽ ചെയ്യുകയാണ്. ഉടൻ തന്നെ ആ STF ടീം അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി മെഡിക്കൽ സയൻസിലെത്തി. അവിടെയുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒരു കാരണവശാലും ശ്രീപ്രകാശിന് ഈ ശൈലിയിൽ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണ STF-നുണ്ട്. STF അവിടെ വന്നപ്പോഴാണ് ശ്രീപ്രകാശും കൊല്ലപ്പെട്ട ആ റായ് ബിഹാരി പ്രസാദും താമസിച്ചിരുന്നത് ഒരേ നിലയിലാണെന്ന് മനസ്സിലാക്കുന്നത്. റായ് ബിഹാരി പ്രസാദിന് ഒരുക്കിയ സെക്യൂരിറ്റിയുടെ ഭാഗമായി ആ നിലയിലുണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും ഒഴിപ്പിച്ചിരുന്നുവെന്ന് ഹോസ്പിറ്റൽ അധികാരികൾ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ഒരു കാര്യം അവരോട് ചോദിച്ചു, പിന്നെ എങ്ങനെ ഈ ശ്രീപ്രകാശ് ശുക്ലയ്ക്ക് അവിടെ മുറി അലോട്ട് ചെയ്ത് കിട്ടി? ആ ചോദ്യം ചോദിച്ച STF സ്വാഭാവികമായിട്ടും ശ്രീപ്രകാശിനെ ചികിത്സിച്ച ആ ഹാർട്ട് ഡോക്ടറെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. അയാളിൽ നിന്നാണ് പോലീസ് മൊക്കാമയിലുള്ള ഡോക്ടറെ കുറിച്ച് അറിയുന്നത്. മൊക്കാമയിലുള്ള ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്തു. മൊക്കാമ എന്നുള്ള ഡോക്ടറെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും അയാൾ കൂടുതലൊന്നും പറഞ്ഞില്ല. ശ്രീപ്രകാശ് ശുക്ല ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് അയാൾ അയച്ചു എന്നുള്ളതാണ് അയാൾ പറയുന്ന വാചകം. ആ മൊക്കാമയിലെ ഡോക്ടറെ ചോദ്യം ചെയ്തതിനിടയിൽ STF നിർണായകമായ ഒരു ചോദ്യം ചോദിച്ചു. റായ് ബിഹാരി പ്രസാദിന് പ്രത്യേകം സെക്യൂരിറ്റി കൊടുത്ത് താമസിപ്പിച്ചിരുന്ന അതേ നിലയിലെ ഒരു മുറിയിൽ എങ്ങനെ ശ്രീപ്രകാശ് ശുക്ലയ്ക്ക് താമസിക്കാൻ പറ്റി? അതിന് മുറി അലോട്ട് ചെയ്ത് കൊടുക്കാൻ ഡോക്ടർ എന്തിനാണ് റെക്കമെൻഡ് ചെയ്തത്? അതിനും മൊക്കാമയിലെ ഡോക്ടർക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. ശ്രീപ്രകാശ് ശുക്ലയാണ് അവിടെ വന്നതെന്ന് അയാൾക്ക് അറിയത്തില്ലായിരുന്നു. അയാൾ ശരിക്കും ശാന്തമായ ഒരു അന്തരീക്ഷം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ധാരാളം മുറികൾ ഒഴിവുള്ള ആ നിലയിലേക്ക് ശ്രീപ്രകാശ് ശുക്ലയെ അയാൾ റെക്കമെൻഡ് ചെയ്തതാണെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ആ ഉത്തരം STF-ന് വലിയ സംതൃപ്തിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും STF ഇതിനിടയിൽ അവിടെയുള്ള സ്റ്റാഫുകളിൽ നിന്ന് മറ്റൊരു കാര്യം അറിഞ്ഞു. ശ്രീപ്രകാശ് ശുക്ലയെ പരിശോധിച്ചിരുന്ന ഡോക്ടറെ അടുത്ത് മറ്റൊരു ഡോക്ടർ എത്താറുണ്ട്. അത് ഒരു ലേഡിയാണ്, ഒരു സുന്ദരിയാണ്. ആ സുന്ദരിയെ കണ്ട മാത്രയിൽ ശ്രീപ്രകാശ് ശുക്ല ആ സുന്ദരിയോട് ഒരു അടുപ്പം കാണിച്ചു തുടങ്ങിയിരുന്നു. ശ്രീപ്രകാശ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ പലപ്പോഴും ആ സുന്ദരിയെ കാണാനും സംസാരിക്കാനും ശ്രമിച്ചിരുന്നു. ശ്രീപ്രകാശ് അവളോട് കാണിക്കുന്ന അടുപ്പം മനസ്സിലാക്കിയ ആ ഡോക്ടർ ശ്രീപ്രകാശിനെ ഒന്ന് വിലക്കിയെന്ന് മാത്രമല്ല ശ്രീപ്രകാശിനെ അവരൊന്ന് വിരട്ടുകയും ചെയ്തു. വിരട്ടിയത് അവളുടെ സഹോദരന്റെ പേര് പറഞ്ഞ അവളുടെ സഹോദരനാണ് ബീഹാറിലെ അതിശക്തനായ പപ്പു യാദവ്. പപ്പു യാദവിന്റെ സഹോദരിയാണ് ആ ഡോക്ടർ എന്ന് കേട്ടിട്ടും ശ്രീപ്രകാശിന് പക്ഷെ കുലുക്കൊന്നും ഉണ്ടായില്ല. ശ്രീപ്രകാശ് പപ്പു യാദവിന്റെ സഹോദരിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ പിന്നെയും അവളെ ശല്യം ചെയ്യുമ്പോഴാണ്
റായ് ബിഹാരി പ്രസാദ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ശ്രീപ്രകാശിന്റെ സ്വഭാവം അനുസരിച്ച് അവൻ വീണ്ടും ആ ഡോക്ടറെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ധാരണ ശ്രീപ്രകാശിന്റെ സ്വഭാവം ഏതാണ്ട് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന STFന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. STF ആ ഡോക്ടറുടെ ടെലിഫോൺ നമ്പർ ടാപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വരുന്ന എല്ലാ കോളുകളും നിരീക്ഷിക്കാൻ തീരുമാനിച്ച STF അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിക്കുമ്പോഴേക്കും ശ്രീപ്രകാശിൻ ടീമും ലക്നൌവിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞു. ഇപ്പോ UPയിലെ STFനെ പോലെ ബീഹാറിലും ശക്തമായൊരു ടീം ശ്രീപ്രകാശിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ലാലു പ്രസാദ് യാദവിന്റെ വലം കൈയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ശ്രീപ്രകാശിനെ ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇതേ സമയത്ത് UPയിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞ ശ്രീപ്രകാശ് അയാൾ തടവിൽ പിടിച്ചിരിക്കുന്ന ആ കൃണാൽ എന്ന വ്യവസായിയുടെ അടുത്തെത്തി. അവന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവനെ അവിടെ ആ ബിൽഡിങ്ങിലെ താഴത്തെ നിലയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവനോടായി ശ്രീപ്രകാശ് പറഞ്ഞു, നീ നിന്റെ ബന്ധുക്കളോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പണം സംഘടിപ്പിക്കണം. ആ പണം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ശ്രീപ്രകാശ് ശുക്ലയെ കുറിച്ചുള്ള വാർത്തകൾ ദിവസവും TVയിലൂടെയും പത്രങ്ങളിലൂടെയും അറിയുന്ന കൃണാലിന്റെ വീട്ടുകാർ കൃണാലിന്റെ ഫോൺ കോൾ കിട്ടിയപ്പോൾ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അവരെ പിടികൂടിയിരിക്കുന്നത് സാക്ഷാൽ ശ്രീപ്രകാശ് ശുക്ലയാണ്. ശ്രീപ്രകാശ് ശുക്ല പറയുന്ന സംഖ്യ കൊടുത്തില്ലെങ്കിൽ കൃണാൽ കൊല്ലപ്പെടുന്നുള്ള കാര്യത്തിൽ ആ വീട്ടുകാർക്ക് ഒരു സംശയവുമില്ല. അവരുടെ വീട്ടിലെ ഫോൺ ടാപ്പ് ചെയ്യുന്ന പോലീസും ആ കോള് ശ്രദ്ധിച്ചിരുന്നു. പോലീസ് ഇപ്പോ 24 മണിക്കൂറും ശ്രീപ്രകാശ് ശുക്ലയുടെ പുറകിലാണ്. ആ കോള് എവിടെ നിന്ന് വിളിക്കപ്പെട്ടു എന്ന് പോലീസ് തിരക്കുമ്പോൾ ആ കോള് വന്നിരിക്കുന്നത് ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നാണ്. ആ ടെലിഫോൺ ബൂത്ത് പോലീസ് നിരീക്ഷണത്തിലാക്കി. പോലീസിന്റെ സ്പെഷ്യൽ ടീം ആ ടെലിഫോൺ ബൂത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃണാലിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഏകദേശം വൈകുന്നേരം 5-5:30 മണിയായപ്പോഴാണ് ആ കോൾ വരുന്നത്. കോൾ വിളിച്ച ആള് ആ ഫോണെടുത്ത ആളോട് വ്യക്തമാക്കിയത് ഒരു സിമ്പിൾ കാര്യമാണ്. അടുത്ത 24 മണിക്കൂറിനകം പണം അവർ റെഡിയാക്കിയില്ലെങ്കിൽ കൃണാലിനെ കുറിച്ച് പിന്നീട് അവർ ആലോചിക്കേണ്ട. ശരിക്കും ഭയന്നുപോയ വീട്ടുകാർ കൃത്യമായിട്ടും അടുത്ത 24 മണിക്കൂറിനകം പണം സംഘടിപ്പിക്കുകയും ആ പണം ആ ഫോണിലൂടെ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു. പോലീസ് ആ ഭാഗം വളഞ്ഞെങ്കിലും പോലീസിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഹോട്ടലിൽ നിന്ന് ആ പണം ആ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാൾ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ശരിക്കും തിരക്കേറിയ ഒരു ഹോട്ടലാണ് ശ്രീപ്രകാശ് ശുക്ല പണം കൈമാറ്റത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ധാരാളം പാഴ്സലുകൾ പോകുന്ന ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയ പാഴ്സലുകളുടെ കൂട്ടത്തിൽ ഒന്ന് യഥാർത്ഥത്തിൽ കൃണാലിന്റെ വീട്ടുകാരെത്തിച്ച പണമായിരുന്നു. പോലീസ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ പണം പുറത്തേക്ക് പോയത്. ശരിക്കും ആ വിവരം പിന്നീട് അറിയുമ്പോൾ STF വളരെ നാണം കെട്ടതുപോലെയായി. അവരുടെ കൺമുന്നിലൂടെ ആരോ ഒരാൾ അകത്തേക്ക് കടക്കുകയും ഭക്ഷണം ഓർഡർ ചെയ്ത് പാക്കറ്റ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ അയാൾ ആ കൗണ്ടറിലെ ആളോട് കോഡ് പറഞ്ഞ് ആ പണവും വാങ്ങിച്ച് പോലീസിന്റെ മുന്നിലൂടെ തന്നെ നടന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. കൗണ്ടറിലെ ആള് ഒരു സിഗ്നലും പോലീസിന് കൊടുത്തില്ല എന്നത് മറ്റൊരു കാര്യം. പോലീസ് പിന്നീട് അയാളുടെ കാര്യം തിരക്കിയെങ്കിലും അയാൾക്കും കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒരു കോഡ് നമ്പർ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പൊതി കൊടുക്കണമെന്ന് ഉടമ പറഞ്ഞിരുന്നത് കൊണ്ട് ആ കോഡ് നമ്പർ കേട്ടപ്പോൾ ആ പൊതി അയാൾ കൊടുത്തതാണ്. അതല്ലാതെ കൂടുതലൊന്നും കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കറിയില്ല. ശരിക്കും ശ്രീപ്രകാശ് ശുക്ലയുടെ ഒരു കൂട്ടാളിയെ പിടികൂടാനുള്ള സുവർണ അവസരം പോലീസിന് കിട്ടിയിട്ടും പോലീസിന് അത് ഉപയോഗിക്കാൻ പറ്റാതെ പോവുകയാണ്. പക്ഷേ പോലീസ് പിന്തിരിയാതെ ശ്രീപ്രകാശ് ശുക്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾ വിളിച്ചിട്ടുള്ള എല്ലാ കോളുകളും നിരീക്ഷണത്തിലിട്ടിരിക്കുകയാണ്. അയാളുമായി ബന്ധമുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് ഒരു കോള് വന്നാൽ ആ കോളിൽ പിടിച്ച് മുന്നോട്ട് പോകാം എന്നതാണ് പോലീസിന്റെ ലൈൻ. 97-98 ഈ കഥ നടക്കുമ്പോൾ മൊബൈൽ ഫോണുകളിലെ കോള് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. ശരിക്കും കോൾ റെക്കോർഡിംഗ് ഫെസിലിറ്റി ഇന്ന് നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ശൈലിയിൽ വളർന്നിട്ടുമില്ല. ഇന്ന് പോലീസിന് ഏതൊരാളുടെയും കോൾ കൃത്യമായി കേൾക്കാനുള്ള ഒരു സംവിധാനം എല്ലാ സേവനദാതാക്കളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആരെ കോൾ വേണമെങ്കിലും പോലീസിന് കൃത്യമായി നിരീക്ഷിക്കാം, ആ കോൾ ഡേറ്റ റെക്കോർഡ് എടുക്കുകയും ചെയ്യും. അതിനുള്ള സംവിധാനമുണ്ട്. അന്ന് അത്ര ഒരു സംവിധാനമേ ഇല്ല. അന്ന് ലാൻഡ് ലൈനിലെ സംഭാഷണം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം പോലും ഇല്ല. ലാൻഡ് ലൈനിൽ നടക്കുന്ന സംഭാഷണം കേൾക്കണമെങ്കിൽ പാരലായിട്ട് ഒരു ലൈൻ വലിച്ച് ചെവിയിൽ വെച്ച് കേൾക്കുക മാത്രമേ പറ്റൂ. അതിനെ റെക്കോർഡ് ചെയ്യാൻ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചത് സത്യത്തിൽ ഈ രാജേഷ് പാണ്ഡെയാണ്. ഈ കേസിന് വേണ്ടി രാജേഷ് പാണ്ഡെ അയാളുടെ
എഞ്ചിനീയറിംഗ് സ്കില്ല് അവിടെ നിന്ന് ഉപയോഗപ്പെടുത്തിയതാണ്. STF രൂപീകരിച്ചിട്ട് 3 മാസമായി. ഈ 3 മാസത്തിനിടയിൽ അവർ മൊക്കാമയിൽ ഒരു റെയ്ഡ് നടത്തി. അതുപോലെ ആനന്ദ് പാണ്ഡെയെ വെടിവെച്ചു കൊന്നു. ഇത് 2 കാര്യങ്ങളാണ് അവർക്ക് നേട്ടങ്ങളായി പറയാനുള്ളത്. പക്ഷെ ഈ നേട്ടങ്ങളൊന്നും തന്നെ ശ്രീപ്രകാശ് ശുക്ല എന്ന വ്യക്തി ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമേ അല്ല. ശ്രീപ്രകാശ് ശുക്ല ലക്നൌവിലെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ പോലെയുള്ള വ്യാപാരി മണ്ഡലിന്റെ പ്രസിഡന്റിനെയും അതുപോലുള്ള ആളുകളെയൊക്കെ വിരട്ടി പണം സ്വീകരിച്ചു തുടങ്ങി. തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ പണം കൊടുത്തു തുടങ്ങിയോടുകൂടി സകല വ്യാപാരികളും ശ്രീപ്രകാശ് പറയുന്ന പണം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തി പണം നേടുന്നതിന്റെ ഒരു സുഖം ശ്രീപ്രകാശ് അനുഭവിച്ചു തുടങ്ങിയതുകൊണ്ട് ശ്രീപ്രകാശ് ആ ആക്ടിവിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എല്ലാ മേഖലയിൽ നിന്നും സർക്കാരിന് മുകളിൽ പ്രഷർ വരുന്നുണ്ട്. ശ്രീപ്രകാശുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പരാതികൾ UP സർക്കാരിലേക്ക് വരുമ്പോൾ ബീഹാറിലെ അതിശക്തനായ പപ്പു യാദവ് ഒരു പരാതിയുമായി STFനെ സമീപിച്ചിരിക്കുകയാണ്. പപ്പു യാദവ് STFനെ സമീപിക്കാനുള്ള കാരണം ശ്രീപ്രകാശിന്റെ ഒരു കോളാണ്. ശ്രീപ്രകാശ് പപ്പു യാദവിന്റെ സഹോദരിയെ ഫോൺ വിളിച്ച് ഒരു സ്റ്റോക്കിംഗ് ശൈലിയിൽ ശല്യം ചെയ്യുന്നത് സഹിക്കാൻ പറ്റാതെയാണ് പപ്പു യാദവ് STFനെ സമീപിച്ചിരിക്കുന്നത്. STFനെ സമീപിച്ച് പപ്പു യാദവ് എങ്ങനെയും ശ്രീപ്രകാശിനെ ഇല്ലാതാക്കണമെന്ന് സൂചിപ്പിച്ച് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ പപ്പു യാദവിന്റെ ഫോണിലേക്ക് ശ്രീപ്രകാശിന്റെ കോൾ വന്നു. പപ്പു യാദവിനോടായി ശ്രീപ്രകാശ് പറഞ്ഞു, മിസ്റ്റർ പപ്പു യാദവ്, നിങ്ങൾ എനിക്കെതിരെ പരാതിയുമായിട്ട് ആരെയൊക്കെ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു. ആ പരാതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ തോക്കിന് വെടിയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ തേടി വരും. പപ്പു യാദവ് ഒരു 1.5 ക്രിമിനലും 1.5 രാഷ്ട്രീയക്കാരനുമാണ്. അതിശക്തനാണ്. അയാളെയാണ് ഇപ്പോൾ ശ്രീപ്രകാശ് ശുക്ല വിളിച്ച് വരട്ടിയിരിക്കുന്നത്. ശ്രീപ്രകാശിന് ആരെയും ഭയമില്ല എന്ന ശൈലിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ശ്രീപ്രകാശിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് പപ്പു യാദവ് ആണെങ്കിലും ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും ശ്രീപ്രകാശ് തട്ടും എന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇതേ സമയത്ത് UPയിൽ കല്യാൺ സിംഗിന് മുകളിൽ വല്ലാത്തൊരു പ്രഷർ വരുന്നുണ്ട്. എല്ലാ മേഖലയിൽ നിന്നും പരാതികളുടെ കൂമ്പാരമാണ് വരുന്നത്. നിയമസഭയിൽ കല്യാൺ സിംഗിനെ നിർത്തി പൊരിക്കുകയാണ് മുലായം സിംഗ് യാദവും മായാവതിയും ഒക്കെ. ശ്രീപ്രകാശ് ശുക്ല പോലീസിന് തൊടാൻ പറ്റാത്ത ഔന്നത്യത്തിൽ വളർന്നതിന്റെ പിന്നിൽ കല്യാൺ സിംഗ് ആണെന്നുള്ള ശൈലിയിലാണ് അവർ രണ്ടുപേരുടെ സംഭാഷണം. കല്യാൺ സിംഗ് ആണെങ്കിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ച് അതിന്റെ തലപ്പത്തേക്ക് അജയരാജ് ശർമ്മയെ കുടിയിരുത്തിയതിനു ശേഷം വലിയ പ്രതീക്ഷയിലാണ്. അജയരാജ് ശർമ്മ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും അടുക്കും ചിട്ടിയായി 24 മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് STF പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് റിസൾട്ട് മാത്രം കിട്ടുന്നില്ല. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ STF കുഴങ്ങി നിൽക്കുമ്പോഴാണ് പപ്പു യാദവിന്റെ സഹോദരിയെ വിളിച്ച ഫോൺ നമ്പർ അവർ ചേസ് ചെയ്ത് കണ്ടുപിടിച്ചത്. അതങ്ങ് നേപ്പാളിലാണ്. പൂർവാഞ്ചൽ എന്ന് വിളിക്കപ്പെടുന്ന ആ UPയുടെ ഗോരഖ്പൂർ മേഖലയിൽ നിന്ന് 65 കിലോമീറ്റർ കഴിയുമ്പോൾ നേപ്പാൾ ടൗൺ ആണ്. അവിടെയുള്ള ഒരു STD ബൂത്തിൽ നിന്നാണ് പപ്പു യാദവിന്റെ സഹോദരിയെ ഫോൺ വിളിച്ചിരിക്കുന്നത്. അതേ ബൂത്തിൽ നിന്ന് തന്നെയാണ് സൂരജ് പാന്റെ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ശ്രീപ്രകാശ് ശുക്ല നേപ്പാളിലാണെന്നാണ്. STFന്റെ ഒരു ടീം നേപ്പാളിലേക്ക് തിരിച്ചു. നേപ്പാളിലെ ആ STD ബൂത്തിലെത്തിയ STF ടീം അവിടെയുള്ള ആ STD ബൂത്തിന്റെ ചുമതലക്കാരനോട് കാര്യങ്ങളൊക്കെ തിരക്കി രജിസ്റ്ററൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ശ്രീപ്രകാശ് ശുക്ല വിളിച്ചിരിക്കുന്ന നമ്പറുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാൻ പറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ കോള് വിളിക്കാൻ വരുന്ന ആളിനെ കുറിച്ചുള്ള ഏകദേശ വിവരം അവർ ശേഖരിക്കുകയും ചെയ്തു. അവര് ആ ബൂത്ത് നിരീക്ഷണത്തിൽ വെച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു കോള് വന്നത് നേപ്പാളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അത് മറ്റൊരു ബൂത്തിൽ നിന്നാണ്. പോലീസ് ആ ബൂത്തും അന്വേഷണത്തിന് വിധേയമാക്കി. അതിന്റെ അടുത്ത ദിവസം അടുത്ത കോള് കിട്ടുന്നത് വേറൊരു ബൂത്തിൽ നിന്നാണ്. പോലീസ് നിരീക്ഷിക്കുന്ന ഒരു ബൂത്തിൽ നിന്നും രണ്ടാമത് ഒരു കോള് പോലും വരുന്നില്ല. നേപ്പാളിൽ തങ്ങുന്ന STF ടീം 4ാമത്തെ ദിവസം 4ാമത്തെ ബൂത്തിലെത്തി. ബൂത്തുകൾ ഇങ്ങനെ ഒന്നൊന്നായി അവർ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ ദിവസം ശ്രീപ്രകാശ് ശുക്ല അയാൾ ആദ്യം കോള് വിളിച്ച ബൂത്തിലേക്ക് വന്നു. അവിടെ വന്ന് അയാൾ ആ നമ്പർ പറഞ്ഞപ്പോൾ ആ STD ബൂത്തുകാരൻ അയാളോട് പറഞ്ഞു, ഈ നമ്പറുമായി ബന്ധപ്പെട്ട് പോലീസ് ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ STD ബൂത്തുകാരൻ അവിടെ വന്ന പോലീസുകാരെ കുറിച്ചും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നേപ്പാൾ പോലീസിലെ ലോക്കൽ പോലീസ് അവിടെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ ശ്രീപ്രകാശിനോട് പറഞ്ഞു. ശ്രീപ്രകാശ് ആ കാര്യങ്ങൾ കേട്ടതും പതുക്കെ അവിടെ നിന്ന് മുങ്ങി. റൂമിൽ മടങ്ങിയെത്തിയ ശ്രീപ്രകാശ് ആ വിവരം അയാളുടെ കൂടെയുള്ള സുധീറിനോടും അഞ്ജുവിനോടും പറഞ്ഞു. നേപ്പാളിൽ നിന്ന് അവർ ഫോൺ വിളിച്ച കാര്യം പോലീസ് എങ്ങനെയാണ് അറിഞ്ഞത്?
ഫോൺ നമ്പറുകൾ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ശ്രീപ്രകാശിനും അതുപോലെ സുധീറിനും അറിയില്ലാത്ത കാര്യമാണ്. പക്ഷെ അഞ്ജു നേരത്തെ ഒരു എയർലൈനിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അയാൾ ശ്രീപ്രകാശിനോട് പറഞ്ഞു, ശ്രീ, അതിന് സാധ്യതയുണ്ട്. നമ്മൾ വിളിക്കുന്ന കോള് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് വഴിയായിരിക്കും കണക്ട് ചെയ്യപ്പെടുന്നത്. ആ എക്സ്ചേഞ്ചുകാർക്ക് എവിടെ നിന്നാണ് കോള് വിളിച്ചതെന്നും ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചതെന്നും അറിയാൻ പറ്റും. നേരത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എയർപോർട്ടിലേക്ക് വന്ന ഒരു കോള് ഞങ്ങൾ അങ്ങനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. ശ്രീപ്രകാശും അഞ്ജുവും അതുപോലെ സുധീറും ഒക്കെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഫോണിൽ വിളിക്കാറുണ്ട്. അവരെ ഭീഷണിപ്പെടുത്താൻ പലരെയും വിളിക്കും, അതല്ലാതെ ബന്ധുക്കളെ വിളിക്കും. ബന്ധുക്കളുടെ ഫോൺ നമ്പറുകൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന പോലീസ് ആ നമ്പറിലേക്ക് വരുന്ന കോളുകൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യമായി ശ്രീപ്രകാശിനും അഞ്ജുവിനും അതുപോലെ സുധീറിനും തോന്നുന്നത് അങ്ങനെ നേപ്പാളിൽ വെച്ചാണ്. തങ്ങളുടെ കോള് ട്രേസ് ചെയ്യാൻ പോലീസിന് പറ്റുമെന്ന് മനസ്സിലാക്കിയ ശ്രീപ്രകാശ് അഞ്ജുവിനോടും സുധീറിനോടായി പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നു മുതൽ നമ്മുടെ ശൈലി ഒന്ന് മാറ്റി പിടിക്കണം. നമ്മൾ ഇനി ഒരു കാരണവശാലും പബ്ലിക് ഫോണിൽ നിന്ന് കോൾ വിളിക്കരുത്. നമുക്ക് ഇപ്പൊ തന്നെ ദില്ലിയിലേക്ക് പോകണം. ദില്ലി ചെന്നാൽ ഇഷ്ടംപോലെ മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി കൊടുത്താൽ ഇഷ്ടംപോലെ കണക്ഷനും കിട്ടും. എനിക്ക് ഉറപ്പാണ് മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാൻ പോലീസിന് പറ്റില്ല. സെല്ലുലാർ ഫോണിൽ നിന്ന് വരുന്ന കോൾ കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റില്ല എന്ന് ശ്രീപ്രകാശിന് 100% ഉറപ്പാണ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ശ്രീപ്രകാശും അഞ്ജുവും സുധീറും ദില്ലിയിലെത്തി. അവർ ദില്ലിയിൽ നിന്ന് 1 ഡസൻ ഫോണാണ് വിലയ്ക്ക് വാങ്ങിച്ചത്. ഓരോരുത്തരും 4 ഫോൺ വീതം കയ്യിൽ വെക്കുക, അതാണ് ഐഡിയ. ആ ഫോണുകളിൽ ഉപയോഗിക്കാനായി അവർ അനവധി സിമ്മുകളും വാങ്ങിച്ചു. ശരിക്കും ഒരു കെട്ട് സിം തന്നെ അവർ വാങ്ങിച്ചു എന്ന് പറയാം. ഒരിക്കലും ഉപയോഗിക്കുന്ന സിം രണ്ടാമത് ഉപയോഗിക്കരുത്, അതാണ് അവരുടെ ലൈൻ. ആ ഫോണുകളുമായി ലക്നൌവിലുള്ള അവരുടെ ഒളിസങ്കേതത്തിൽ അവർ മടങ്ങിയെത്തി. ആ ഫോൺ ഉപയോഗിച്ചായി അവരുടെ ഭീഷണിപ്പെടുത്തൽ. അവരങ്ങനെ വ്യാപാരികളെയും കൺസ്ട്രക്ഷൻ മേഖലയിലെ ആളുകളെയും ഹോസ്പിറ്റൽ ഉടമകളെയും വൻ പണക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പണം അങ്ങനെ പിടുങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഗോരഖ്പൂരിൽ നിന്ന് ശ്രീപ്രകാശിന് ഒരു കോള് വന്നു. അവൻ്റെ ഒരു ബന്ധുവാണ് അവന് വിളിച്ചത്. അവൻ്റെ ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നുവെന്നാണ് ശ്രീപ്രകാശിനോട് ആ കോള് വിളിച്ച ബന്ധു സൂചിപ്പിച്ചത്. ശ്രീപ്രകാശിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ശ്രീപ്രകാശ് ഒരു നിമിഷം ഒന്ന് പതറി. പക്ഷെ ആ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ശ്രീപ്രകാശ് അവന്റെ ബന്ധുവിനോട് പറഞ്ഞു, ഓക്കെ, ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ശ്രീപ്രകാശ് അവന്റെ ബന്ധുക്കളെ പോലീസ് ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ ആദ്യം ചെയ്തത് ഗോരഖ്പൂരിലെ SP നമ്പറിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്. ഫോൺ എടുത്ത SP ശ്രീപ്രകാശ് പറഞ്ഞു, മിസ്റ്റർ SP, ഞാൻ ശ്രീപ്രകാശ് ശുക്ല. ശ്രീപ്രകാശ് ശുക്ലയാണ് ലൈനിലെന്ന് കേട്ടപ്പോൾ SP ശരിക്കും ഒന്ന് നടുങ്ങി എന്ന് പറയാം. ഒരു ജില്ലയുടെ ചുമതലക്കാരനായ ആ സൂപ്രണ്ട് ഓഫ് പോലീസ് അമ്പരപ്പോടെ ശ്രീപ്രകാശ് ചോദിച്ചു, ഏയ് ശ്രീപ്രകാശ്, എന്തിനാ എന്നെ വിളിച്ചേ? മിസ്റ്റർ SP, നിങ്ങൾ എന്റെ വീട്ടുകാരെ അനാവശ്യമായി ഹരാസ് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഇനിയും നിങ്ങൾ എന്റെ വീട്ടുകാരെ ശല്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അവസാനിപ്പിക്കും. ശ്രീപ്രകാശ് ശുക്ല ഗോരഖ്പൂരിലെ ആ SP വിളിച്ച് പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞപ്പോ SP ശ്രീപ്രകാശിനോട് പറഞ്ഞു, ശ്രീപ്രകാശ് നോക്ക്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ STF ചെയ്യുന്നത്. STF ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട് ലക്നൌവിൽ, അവരുടെ ഓഫീസ്, അവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. SP അങ്ങനെ പറഞ്ഞതും ശ്രീപ്രകാശ് ഫോൺ കട്ട് ചെയ്തു. അയാൾ അടുത്തിരിക്കുന്ന സുധീറിനോട് ചോദിച്ചു, സുധീർ, എന്താണ് ഈ STF? സുധീറും ആദ്യമായിട്ടാണ് STF എന്നൊക്കെ കേൾക്കുന്നത്. അഞ്ജുവും ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത്. പക്ഷെ അഞ്ജു ഉടൻ തന്നെ ശ്രീപ്രകാശിനോട് പറഞ്ഞു, ശ്രീപ്രകാശ്, ഞാൻ നമ്മുടെ ലക്നൌവിലെ ആ വക്കീലിനോടൊന്ന് തിരക്കാം, അയാൾക്ക് ചിലപ്പോൾ കാര്യം അറിയാമായിരിക്കും. അഞ്ജു ഉടൻ തന്നെ അയാളുടെ ഒരു കണക്ഷനെ ബന്ധപ്പെട്ടു. STF എന്താണെന്നും എന്താണ് അവരുടെ പരിപാടിയെന്നും അന്വേഷിച്ച് അറിയുക എന്നുള്ളതാണ് ആ വക്കീലിന് അഞ്ജു കൊടുത്ത ദൗത്യം. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ വക്കീല് അഞ്ജുവിനെ തിരിച്ചു വിളിച്ചു. ആ വക്കീല് പറഞ്ഞ കാര്യങ്ങൾ അഞ്ജു ശ്രീപ്രകാശിനോട് പറഞ്ഞു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നൊരു ടീം അജയ് രാജ ശർമ്മ എന്ന അഡീഷണൽ DGPയുടെ കീഴിൽ ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് രൂപീകരിച്ചിരിക്കുകയാണ്. ആ ടീമിന് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, ശ്രീപ്രകാശ് ശുക്ലയെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആ ടാർഗറ്റ്. ആ ടീമിൽ അജയ് രാജ് ശർമ്മയുടെ കീഴിലുള്ളത് അരുൺകുമാർ എന്ന SSP ആണ്. അദ്ദേഹത്തിന് കീഴിൽ ഒരു SP രാജേഷ് പാണ്ഡെ എന്ന IPS കാരനെ കൊണ്ട്
ഏകദേശം 25ഓളം ആളുകളാണ് ആ ടീമിലുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള, കപ്പാസിറ്റിയുള്ള ആളുകളുടെ ഒരു ടീമാണ് STF. STF ശ്രീപ്രകാശിനെ വേട്ടയാടാനായി ഇട്ടിരിക്കുന്ന പദ്ധതിക്ക് ഒരു പേരുണ്ട്. അതാണ് ഓപ്പറേഷൻ ബസൂക്ക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ആ വക്കീൽ വഴി അഞ്ജു ശ്രീപ്രകാശിനെ അറിയിക്കുന്നത്. ശ്രീപ്രകാശ് എന്ന കൊടും ക്രിമിനലിനെ വേട്ടയാടാൻ വേണ്ടി UP സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ആ STFന്റെ പ്രോജക്റ്റിന്റെ പേരാണ് ഓപ്പറേഷൻ ബസൂക്ക. ആ പേര് കേട്ടപ്പോൾ ശ്രീപ്രകാശിന് ഒരു സന്തോഷം. തന്നെ വേട്ടയാടാൻ വേണ്ടി മാത്രം ഒരു ADGPയും ഒരു ടീമും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രീപ്രകാശിന് ഒരു കുളിരുണ്ടാവുകയാണ്. ശരിക്കും അവൻ അതിൽ വല്ലാതെ അഭിമാനിക്കുകയാണ്. ഒരു സ്റ്റേറ്റ് ഒന്നടങ്കം ഒരാളെ വേട്ടയാടാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ലേ? ശ്രീപ്രകാശൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് സന്തോഷം വരികയാണ്. ശ്രീപ്രകാശൻ ടീമും ആ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ അവർക്ക് ഒരു മെസ്സേജ് കിട്ടി. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ശ്രീപ്രകാശും അഞ്ജുവും സുധീറും ആ ബിൽഡിങ്ങിൽ നിന്ന് മാറി കൃത്യം 5 മിനിറ്റ് ആയപ്പോൾ അനവധി പോലീസ് വാഹനങ്ങൾ അവിടെ എത്തി. ഏകദേശം ഒരു 10-12 ബിൽഡിങ്ങിന് അപ്പുറത്തായി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ശ്രീപ്രകാശും അഞ്ജുവും അതുപോലെ സുധീറും ആ കാഴ്ച കാണുന്നുണ്ട്. അവരുടെ ബിൽഡിങ്ങിന് മുന്നിലേക്ക് പോലീസ് വാഹനങ്ങളുടെ ഒരു പട തന്നെ വന്നിരിക്കുകയാണ്. നേരത്തെ ആ വ്യവസായിയുടെ മകനെ പാർപ്പിച്ചിരുന്നതും ആ വീട്ടിലാണ്. അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് അവനെ ശ്രീപ്രകാശ് ഒഴിവാക്കിയിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന ശ്രീപ്രകാശിന്റെ ജീപ്പും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പോലീസ് അവിടുന്ന് കൊണ്ടുപോയി. ഈ കാഴ്ച വളരെ ദൂരത്തു നിന്ന് നിരീക്ഷിക്കുന്ന ശ്രീപ്രകാശും സുധീറും അഞ്ജുവും അത്ഭുതത്തോടെ ആലോചിക്കുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. അവർ കുറെ നാളുകളായി മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ടും ഇതാ പോലീസ് അവരെ തേടി പിടിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, ലക്നൗ ഇനി സുരക്ഷിതമല്ല. അത് മനസ്സിലാക്കിയ ശ്രീപ്രകാശൻ ടീമും അവിടെ നിന്ന് ആ രാത്രി തന്നെ ദില്ലിയിലേക്ക് തിരിച്ചു. ദില്ലിയിൽ അവർക്ക് അധികം പരിചയമൊന്നുമില്ല. പക്ഷേ പരിചയമില്ലെങ്കിലും നേരത്തെ അവരുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ ഓഫീസ് അവർക്കറിയാം. അവിടേക്കാണ് അവരെത്തിയത്. അവിടെയുള്ള സ്റ്റാഫുകളിൽ ഒരാൾക്ക് മാത്രമാണ് ശ്രീപ്രകാശിനെ അറിയാവുന്നത്. അയാൾ ശ്രീപ്രകാശിനെ സഹായിച്ചു. അയാൾ ശ്രീപ്രകാശിനും അഞ്ജുവിനും സുധീറിനും താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു. 2 ദിവസത്തേക്കാണ്. 2 ദിവസത്തിനകം അവർ പുതിയൊരു താമസ സ്ഥലത്തേക്ക് മാറിക്കൊള്ളാമെന്ന് അയാളോട് പറഞ്ഞതുകൊണ്ടാണ് അയാൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ധാരാളം പരസ്യം വരും. വീടുകൾ വിൽക്കാനും വാടകയ്ക്ക് കൊടുക്കാനുള്ള പരസ്യങ്ങൾ ആ പത്രങ്ങളിലുണ്ട്. ദില്ലിയിൽ ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് പത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഇംഗ്ലീഷ് പത്രത്തിലായിരിക്കും ഹൈ എൻഡ് ആയിട്ടുള്ള വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചുകൊണ്ട് പരസ്യം വരിക. വസന്ത് കുഞ്ച് മേഖലയിൽ അങ്ങനെയാണ് ശ്രീപ്രകാശ് വീട് ഐഡന്റിഫൈ ചെയ്തത്. ശരിക്കും നന്നായി ഇംഗ്ലീഷ് അഞ്ജുവിന് വഴങ്ങും. അഞ്ജുവാണ് ആ പരസ്യം വായിച്ചെടുത്ത് ആ കാര്യം ശ്രീപ്രകാശിനോട് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വീടാണ്. അയാളുടെ ആ വീട് ഒരു ഏജന്റ് വഴി വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരുന്നതാണ്. ശ്രീപ്രകാശ് ആ വീട് തന്നെ വാടകയ്ക്ക് എടുത്തു. വളരെ പോഷ് ഏരിയയാണ്. VIP മാത്രം താമസിക്കുന്ന ആ മേഖലയിൽ ശ്രീപ്രകാശും അഞ്ജുവും സുധീറും താമസമാക്കുമ്പോൾ അവർ ഒരു വല്ലാത്ത സന്തോഷത്തിലാണ്. ആ മേഖലയിൽ താമസിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കാം, ഒരു തരത്തിലുള്ള പോലീസ് അന്വേഷണവും അവിടേക്ക് വരത്തില്ല. പ്രൈം മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വീട് സംശയിക്കാൻ സാധാരണഗതിയിലുള്ള ഒരു പോലീസുകാരനും തയ്യാറാവില്ല. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി ശരിക്കും ഒരു നല്ലൊരു സംഭവമാണ്. ആ ബാൽക്കണിയിൽ നിൽക്കുന്ന അവർക്ക് വളരെ ദൂരത്തു നിന്നേ വാഹനങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ആ ശൈലിയിലാണ് ആ വീടിന്റെ കൺസ്ട്രക്ഷൻ. താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്സിന് സമീപത്തായി കണ്ണാടി കൊണ്ടുള്ള ഒരു ജനാലയുണ്ട്. ആ ജനാലയിലെ കണ്ണാടി പൊട്ടിച്ച് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചാടി രക്ഷപ്പെടാനും പറ്റും. എന്ന് പറഞ്ഞാൽ ശരിക്കും സുരക്ഷിതമായ ഒരു വീടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ വാഹനം പോലീസ് കൊണ്ടുപോയത് കൊണ്ട് ശ്രീപ്രകാശ് ഒരു പുതിയ വാഹനം സംഘടിപ്പിച്ചു. ആ വാഹനം ഓടിക്കുന്നത് മിക്കവാറും ശ്രീപ്രകാശ് ആയിരിക്കും. മുൻഭാഗത്ത് പാസഞ്ചർ സീറ്റിൽ മിക്കവാറും ഉണ്ടാകുക സുധീറാണ്. പുറകിൽ അഞ്ജുവാണ്. അഞ്ജുവിന്റെ കയ്യിലാണ് AK-47 ഉണ്ടാവുക. ആ ജീപ്പുമായി ശ്രീപ്രകാശും ടീമും ദില്ലിയിലെ തെരുവുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും അവർ പോലീസുകാരുടെ അടുത്തുകൂടിയാണ് കടന്നു പോവുക. ദില്ലിയിലെ പോലീസിന് ശ്രീപ്രകാശിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കൂളായിട്ട് അവർ കോണർ പ്ലേസിലൂടെയും മയൂർ വിഹാറിലൂടെയും ഹൗസിലൂടെയും റിംഗ് റോഡിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഹൗസും മയൂർ വിഹാറും വസന്ത് വിഹാറും വസന്ത് കുഞ്ചും പ്രിയ സിനിമയൊക്കെ
പലപ്പോഴും പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നത് അങ്ങനെയാണ്. ശ്രീപ്രകാശിന്റെ ബന്ധുക്കളെയും അതുപോലെ തന്നെ ശ്രീപ്രകാശുമായി കണക്ഷനുള്ള വ്യക്തികളെയും നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ ടെലിഫോൺ നമ്പറുകൾ 24 മണിക്കൂറും പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്ന് നിരന്തരം കോളുകൾ വരുന്നത് പോലീസിന്റെ ശ്രദ്ധയപ്പെട്ടു. കോള് വിളിക്കുന്നതൊക്കെയും മൊബൈൽ ഫോണിൽ നിന്നാണ്. നേരത്തെ അവരുടെ വീട് റെയ്ഡ് ചെയ്ത് പോലീസ് വാഹനവും മറ്റുമൊക്കെ പിടിച്ചെടുത്തപ്പോൾ ശ്രീപ്രകാശും കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണും വേണ്ടി വന്നാൽ ട്രാക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവര് വളരെ രസകരമായ ഒരു ശൈലിയാണ് അവലംബിക്കുന്നത്. അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്ററെങ്കിലും ദൂരെ ചെന്നിട്ടേ അവർ ഫോൺ വിളിക്കും. അപ്പോൾ ആ ഫോണ് നിരീക്ഷിക്കുന്ന പോലീസിന് അവർ ഏത് ടവറിന്റെ കീഴിലാണെന്ന് മനസ്സിലാകും. ആ ടവർ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റർ മാറിയാണെന്ന് മാത്രം. കുത്തബ് മിനാറിന്റെ ഭാഗത്ത് പോയും അതുപോലെ റെഡ് ഫോർട്ടിന്റെ ഭാഗത്ത് പോയൊക്കെ അവർ അങ്ങനെയാണ് ടെലിഫോൺ വിളിക്കുന്നത്. ഒരു ദിവസം കുത്തബ് മിനാറിന്റെ ഭാഗത്ത് കാണുന്നു, ഒരു ദിവസം മയൂർ വിഹാറി കാണുന്നു, ഒരു ദിവസം ഹൗസി കാണുന്നു, ഒരു ദിവസം റെഡ് ഫോർട്ടിൽ കാണുന്നു. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നാണ് ഫോൺ കോളുകൾ ശ്രീപ്രകാശുമായും അതുപോലെ സുധീറുമായിട്ടും അഞ്ജുവുമായും ബന്ധപ്പെട്ട മേഖലകളിലേക്ക് വരുന്നത്. പക്ഷേ അതിൽ നിന്ന് എസ് ചീഫിന് ഒരു കാര്യം മനസ്സിലായി. ശ്രീപ്രകാശും ടീമും ദില്ലി തമ്പടിച്ചിരിക്കുകയാണ്. ആ ധാരണ ഉറച്ചതും എസ് ചീഫ് ദില്ലിയിലേക്ക് തിരിച്ചു. ദില്ലിയിൽ അവർക്ക് സപ്പോർട്ട് മെക്കാനിസവുമായി ദില്ലി സ്പെഷ്യൽ പോലീസുമുണ്ട്. ശരിക്കും ദില്ലി സ്പെഷ്യൽ പോലീസും UP STFും ഒരു സംയുക്ത അറ്റാക്ക് തന്നെ ശ്രീപ്രകാശ് നേരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ എവിടെയോ ശ്രീപ്രകാശ് ഉണ്ട്. അക്കാര്യം 100% ഉറപ്പാണ്. അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഇതുവരെയും അവർക്ക് മനസ്സിലായിട്ടില്ല. ഓരോ സമയത്തും അയാൾ കോൾ വിളിക്കുന്നത് വ്യത്യസ്ത ടവറുകളുടെ കീഴിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശാലമായ ആ മെട്രോ നഗരത്തിൽ ദില്ലിയിൽ എവിടെയാണ് ശ്രീപ്രകാശ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റുന്നില്ലെങ്കിലും കോൺഫിഡൻസ് അവർക്ക് ശരിക്കും അങ്ങോട്ട് കൂടി. ദില്ലിയിൽ വെച്ച് അവനെ പിടികൂടണം. അക്കാര്യം എസ് ചീഫ് ഏതാണ്ട് തീരുമാനിച്ചതുപോലെയാണ്. എസ് ചീഫിന്റെ ഒരു വലിയ ടീം തന്നെ ദില്ലിയിലെ സകല തെരുവും ഇങ്ങനെ അരിച്ചു പറക്കുമ്പോൾ നേരത്തെ ഒരു തവണ ശ്രീപ്രകാശ് തട്ടിക്കൊണ്ടുപോയ ഒരു വ്യക്തിയെ ശ്രീപ്രകാശ് വിളിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ അന്ന് ശ്രീപ്രകാശ് പിടിച്ചു വാങ്ങിച്ചതാണ്. ലക്നൌവിലുള്ള ശ്രീപ്രകാശിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ അവിടെ നിന്ന് ദില്ലിയിലേക്ക് താമസം മാറ്റിയതുമാണ്. കുറച്ചുനാൾ ദില്ലിയിൽ തങ്ങിയ അയാൾ ബിസിനസ് ആവശ്യത്തിന് വീണ്ടും ലക്നൌവിൽ മടങ്ങി എത്തിയപ്പോഴാണ് ശ്രീപ്രകാശിന്റെ കോള് വരുന്നത്. ശ്രീപ്രകാശ് അയാളോട് വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു. എനിക്കിനിയും നിങ്ങൾ 25 ലക്ഷം തരാനുണ്ട്. അത് തരുന്നില്ലെങ്കിൽ നിന്നെയോ നിന്റെ മകളെയോ തട്ടിക്കൊണ്ടുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ശ്രീപ്രകാശിന് എന്ത് പറ്റും എന്നതിനെക്കുറിച്ച് അയാൾക്ക് നല്ല ധാരണയാണ്. അതുകൊണ്ട് തന്നെ ശ്രീപ്രകാശ് പറയുമ്പോൾ ഒരു ഭയം ആ വ്യവസായിക്കുണ്ട്. പക്ഷെ അവസാനം വ്യവസായി ശ്രീപ്രകാശിനോട് പറഞ്ഞു, ശ്രീപ്രകാശ്, സത്യമായിട്ടും എനിക്ക് പേടിയുണ്ട്. ഞാൻ പണമുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയേനെ. പക്ഷെ പണമുള്ള ഒരാളെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ശ്രീപ്രകാശ് ആഗ്രഹിച്ചിരുന്നതും യഥാർത്ഥ അതാണ്. ഈ കക്ഷിയുടെ കയ്യിൽ നിന്ന് പണം കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് ശ്രീപ്രകാശിന് അറിയാം. അയാൾക്ക് പക്ഷേ വേറെ പണമുള്ള ആളുകളെ പരിചയം ഉണ്ടാവും. ശ്രീപ്രകാശ് പ്രതീക്ഷിച്ചതുപോലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയെ ശ്രീപ്രകാശ് പരിചയപ്പെടുത്തി. ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയ്ക്ക് അനവധി ഹോട്ടലുകളും കൺസ്ട്രക്ഷൻ സൈറ്റുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. ഒരു വൻ പണക്കാരനാണ് കക്ഷി. മുൽരാജ് അറോറ എന്ന ആ വ്യവസായിയെ ശ്രീപ്രകാശ് ശരിക്കും നിരീക്ഷിച്ചതിന് ശേഷം ഒരു ജാതകം തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് അയാളെ ഫോണിൽ വിളിച്ചു. മുൽരാജ് അറോറയോട് അയാളുടെ കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ച ശേഷം ശ്രീപ്രകാശ് പറഞ്ഞു, ഞാൻ അശോക് കുമാർ. നിങ്ങൾ ശരിക്കും പണമുണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോ ബിൽഡിംഗ് വിൽക്കുമ്പോഴും 50,000 രൂപ വീതം എനിക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലാതിരിക്കും. ശ്രീപ്രകാശ് ശുക്ല എന്ന പേര് പറയാതെ അശോക് കുമാർ എന്ന പേര് പറഞ്ഞ് ശ്രീപ്രകാശ് ഓരോ ബിൽഡിങ്ങിന് വേണ്ടിയും ഓരോ ഫ്ലാറ്റിന് വേണ്ടിയും 50,000 രൂപ അയാളെ കൊല്ലാതിരിക്കാനുള്ള പണമായി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അറോറ വിസമ്മതിച്ചു. അറോറ അശോക് കുമാറിനോട് പറഞ്ഞു, എൻ്റെ കയ്യിലെ പണമൊന്നുമില്ല. നോക്കൂ മിസ്റ്റർ അറോറ, നിങ്ങളുടെ ബാങ്ക് ഏതാണെന്നും നിങ്ങൾ എത്ര ഫ്ലാറ്റ് ഓരോ മാസം വിൽക്കുന്നെന്നും നിങ്ങൾക്ക് എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ഉണ്ടെന്നും നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്നു എന്നും എത്ര മണിക്ക് വീട്ടിൽ മടങ്ങി എത്തുന്നു എന്നും ഒക്കെ എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും നിങ്ങളെ എനിക്ക് കൊല്ലാൻ പറ്റും. ആളുകളെ വെറുതെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു അവസരം നൽകുന്നതാണ്. ഒരു വീട് വിൽക്കുമ്പോൾ
നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് 50,000 രൂപയാണ്. നിങ്ങളുടെ ജീവൻ ആ വിലയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം തരാതിരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അശോക് കുമാർ എന്ന പേരിൽ വിളിക്കുന്ന ശ്രീപ്രകാശ് ശുക്ല ഫോൺ കട്ട് ചെയ്തു. അറോറ ശരിക്കും വിരണ്ടു എന്ന് തന്നെ പറയാം. അറോറ ഈ കാര്യം അയാളുടെ വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞു. ആ വേണ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് STF രൂപീകരിക്കപ്പെട്ട കാര്യം അറിയാം. അയാൾ STF ഓഫീസിലേക്ക് വിളിച്ചു. STF ഓഫീസിലേക്ക് വിളിച്ച അയാൾക്ക് വേണ്ടത് സാക്ഷാൽ അജയരാജ് ശർമ്മയാണ്. അജയരാജ് ശർമ്മയെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് STFിലെ ആ ഫോണെടുത്ത ഉദ്യോഗസ്ഥൻ പറഞ്ഞെങ്കിലും ഡോക്ടർ നിർബന്ധം പിടിച്ചു. അയാൾക്ക് അജയരാജ് ശർമ്മയെ കണ്ടേ പറ്റുമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ പിറ്റേ ദിവസം വരാൻ ആ ഓഫീസർ പറഞ്ഞു. അത് കേട്ടതും അയാൾ ആ കക്ഷിയോട് പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഇപ്പോൾ അജയരാജ് ശർമ്മയെ കാണണം, അത്ര അത്യാവശ്യമാണ്. അങ്ങനെ അയാൾ തീർത്തു പറഞ്ഞതും ആ ഓഫീസർ വഴങ്ങി. അന്ന് വൈകുന്നേരം 7 മണിക്കാണ് ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അജയരാജ് ശർമ്മയുടെ മുറിയിലെത്തിയ ഡോക്ടർ അറോറ കൺസ്ട്രക്ഷന്റെ ഉടമയായ മുൽരാജ് അറോറയെ ഒരു അശോക് കുമാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യം അജയരാജ് ശർമ്മയോട് പറഞ്ഞു. അജയരാജ് ശർമ്മ കാര്യങ്ങളൊക്കെ കേട്ടു. അതിനുശേഷം അയാൾ ഡോക്ടറോട് പറഞ്ഞു, ഓക്കെ, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അജയരാജ് ശർമ്മയിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങിയിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് തിരിച്ചത്. അജയരാജ് ഉടൻ തന്നെ അരുൺകുമാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അരുൺകുമാർ രാജേഷ് പാണ്ഡെ വിളിച്ചു. മുൽരാജ് അറോറയുടെ ഫോണിൽ ഒരു കോൾ റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റിയിൽ അയാളെ വിളിക്കുന്ന കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടും. അയാളെ വിളിച്ച അശോക് കുമാർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് അരുൺകുമാർ രാജേഷ് പാണ്ഡെയോട് ആവശ്യപ്പെട്ടത്. രാജേഷ് പാണ്ഡെയും ടീമും അറോറയുടെ വീട്ടിലെത്തി. റെക്കോർഡ് ചെയ്യപ്പെട്ട കോള് ഓണാക്കിയ നിമിഷത്തിൽ തന്നെ രാജേഷിന് കാര്യം മനസ്സിലായി. അത് ശ്രീപ്രകാശ് ശുക്ലയുടെ ശബ്ദമാണ്. ഒരു ഭോജ്പുരി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ശബ്ദം ഏത് ഉറക്കത്തിലും രാജേഷ് തിരിച്ചറിയും. ശ്രീപ്രകാശ് ശുക്ല ഇതാ അറോറ എന്ന വ്യക്തിയെ വിളിച്ചിരിക്കുന്നു. രാജേഷ് പാണ്ഡെ ആ നിമിഷത്തിന് ആ വിവരം അരുൺകുമാറിനെ അറിയിച്ചു. അജയരാജ് ശർമ്മയും അരുൺകുമാറും സുഖ്ദേവ് സിംഗും രാജേഷ് പാണ്ഡെ ഉൾപ്പെടെ ആ ടീം പെട്ടെന്ന് തന്നെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തു. ആ പദ്ധതി നടപ്പിലാകണമെങ്കിൽ അറോറ സഹകരിക്കണം. അറോറയെ ഇനി അശോക് കുമാർ ഫോൺ വിളിക്കുമ്പോൾ അറോറ കുറെ നേരം അശോക് കുമാറിനോട് സംസാരിക്കണം. ഒരു 25 മിനിറ്റെങ്കിലും അശോക് കുമാറിനോട് അറോറ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ പോലീസിന് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ആ കോള് ഏത് ടവറിന്റെ കീഴിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആ ആളെ കണ്ടുപിടിക്കാനും പറ്റും. വിളിക്കുന്നത് ഒരു മൊബൈൽ ഫോണിൽ നിന്നാണെന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ കഥ കേട്ടപ്പോൾ അറോറ വിസമ്മതിച്ചു. അയാൾ പറഞ്ഞു, ഏയ് എനിക്ക് പറ്റത്തില്ല, ഞാൻ ആകെ വിറച്ചു പോവും. അങ്ങനെ അറോറ സൂചിപ്പിച്ചപ്പോൾ അറോറയുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ പോലീസ് പതുക്കെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോഴാണ് ഫസറുള്ള എന്ന STFിലെ ഒരു സ്റ്റാഫിനെ അരുൺകുമാർ ശ്രദ്ധിക്കുന്നത്. ഫസറുള്ളയ്ക്ക് ഈ അറോറയുടെ ശബ്ദത്തോട് സാമ്യമുണ്ട്. ഫസറുള്ളയെ അങ്ങനെ STF റിക്രൂട്ട് ചെയ്തു. ഇനി കോൾ വരുമ്പോൾ അറോറ എന്ന പേരിൽ സംസാരിക്കേണ്ടത് ഫസറുള്ളയാണ്. കാര്യം ഏറ്റെടുത്ത ഫസറുള്ള അറോറയുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കി. ശരിക്കും അയാൾ ആരാണ്, എന്താണ്, ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഫസറുള്ള കോള് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ആ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ എടുത്തത് ഫസറുള്ളയാണ്. ഹലോ, ഞാൻ അശോക് കുമാർ. മറുഭാഗത്തുനിന്ന് ഒരു മുഴക്കമുള്ള ശബ്ദം കേൾക്കുകയാണ്. ആ, ഞാൻ അറോറയാണ്. പതുക്കെ അറോറ അങ്ങനെ പറഞ്ഞപ്പോൾ മറുഭാഗത്തുള്ള അശോക് കുമാർ ചോദിച്ചു, ഞാൻ പറഞ്ഞ പണം റെഡിയായോ? മിസ്റ്റർ അശോക് കുമാർ, ഞാനൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് റൺ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഓഡിറ്റേഴ്സ് ഉണ്ട്. ആ ഓഡിറ്റേഴ്സും ബോർഡും അറിയാതെ ഈ ശൈലിയിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്തായെന്ന് അറിയാനായി അശോക് കുമാർ അയാളോട് സംസാരിച്ചു തുടങ്ങി. ആ സംഭാഷണം ഫസറുള്ള വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി ഏകദേശം 20 മിനിറ്റോളം സംസാരിച്ചു. ആ 20 മിനിറ്റ് കൊണ്ട് ഒരു ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോൾ വിളിക്കുന്നത് ഹൗസ് മേഖലയിൽ നിന്നാണ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായതും ദില്ലി പോലീസിലെ സ്പെഷ്യൽ പോലീസുമായി STF ഹൗസ് മേഖലയിലേക്ക് തിരിച്ചു. ശരിക്കും ആ കോള് അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തന്നെ അവര് ഹൗസിലെത്തിയെങ്കിലും ഈ സമയത്ത് കോള് കട്ടായി. അതിന്റെ കാരണം അശോക് കുമാറിന്റെ ചോദ്യത്തിന് ഫസറുള്ള പറഞ്ഞ ഒരു മറുപടിയാണ്. എത്ര ദിവസം വേണ്ടിവരും ബോർഡിനെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാനെന്ന് അശോക് കുമാർ ചോദിച്ചപ്പോൾ ഏകദേശം ഒരാഴ്ച വേണ്ടിവരുമെന്ന് ഫസറുള്ള മറുപടി പറഞ്ഞു. അത് കേട്ടതും ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യായിരുന്നു. അറോറയുടെ വീട്ടിലേക്ക് വിളിച്ച അശോക് കുമാർ ഹൗസിലെ ആ റോഡരികിലോ
ഹോട്ടലിലോ പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസിന് തോന്നുന്നുണ്ട്. അതിന്റെ കാരണം അവർ കേട്ട ചില ഹോണുകളാണ്. അശോക് കുമാർ എന്ന പേരിൽ ശ്രീപ്രകാശ് ശുക്ല അറയൂറോട് സംസാരിക്കുമ്പോൾ വാഹനങ്ങളുടെ ഹോൺ മുഴങ്ങുന്നത് രാജേഷും അരുൺകുമാർക്ക് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, പെട്രോൾ പമ്പ്, മാളുകൾ ഇവിടെ എവിടെയെങ്കിലും ഈ അശോക് കുമാർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി ആ മേഖലകൾ അരിച്ചു പറയ്ക്കുന്നത്. അവരിങ്ങനെ ഓരോ സ്ഥലമായി അരിച്ചു പറയ്ക്കുകയാണ്. 5 വാഹനങ്ങളാണ് ശ്രീപ്രകാശ് ശുക്ലയെ തിരക്കി റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. ഓരോ വാഹനത്തിലും ഒരാൾ വീതം ശ്രീപ്രകാശ് ശുക്ലയെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. രാജേഷിന്റെ ടീമിലും അങ്ങനെ ഒരാളുണ്ട്. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറാണ് കക്ഷി. രാജേഷിന്റെ ടീമും മയൂർ വിഹാറിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ട്രാഫിക് ലൈറ്റിന് സമീപത്ത് ലൈറ്റ് ചുവപ്പായതുകൊണ്ട് അവിടെ വാഹനം ഒതുക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവർ ആ വാഹനത്തിൽ ഇരിക്കുമ്പോൾ നേരെ എതിർഭാഗത്ത് ട്രാഫിക് ലൈറ്റിന് മറുഭാഗത്തായി ഒരു ജീപ്പ് നിൽപ്പുണ്ട്. ആ ജീപ്പിലേക്ക് അപ്പോഴാണ് രാജേഷിന്റെ വാഹനത്തിലുള്ള സബ് ഇൻസ്പെക്ടർ നോക്കുന്നത്. ആ 2 വാഹനവും തമ്മിൽ ഏകദേശം 20 മീറ്റർ വ്യത്യാസമുണ്ട്. രാജേഷിന്റെ വാഹനം കിഴക്ക് ദിശയിലേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ മറ്റേ വാഹനം പടിഞ്ഞാറ് ദിശയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആണെന്ന് അർത്ഥം. ആ പടിഞ്ഞാറ് ദിശയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന വാഹനത്തിലേക്ക് നോക്കിയ രാജേഷിന്റെ ആ ജീപ്പിലെ സബ് ഇൻസ്പെക്ടർ ഒന്ന് വിറയ്ക്കുന്നത് രാജേഷ് കണ്ടു. ആ നിമിഷത്തിൽ പക്ഷേ ലൈറ്റ് പച്ചയായപ്പോൾ രാജേഷിന്റെ വാഹനം മുന്നിട്ടെടുക്കുകയും ചെയ്തു. രാജേഷിന്റെ വാഹനം മുന്നോട്ട് പോയതും മറുഭാഗത്തുള്ള വാഹനവും അതുപോലെ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് നേരെ എതിർ ദിശയിൽ. രാജേഷ് അമ്പരപ്പോടെ ആ സബ് ഇൻസ്പെക്ടർ ചോദിച്ചു, എന്താ സർ, അത് ശ്രീപ്രകാശ് ശുക്ലയാണ്. ഇതാ കഴിഞ്ഞ 14 മാസമായി അവർ തിരക്കിക്കൊണ്ടിരുന്ന ശ്രീപ്രകാശ് ശുക്ല അവരെ കടന്ന് പിന്നിലോട്ട് പോവുകയാണ്. അമ്പരന്ന് പോയ രാജേഷും ആ വാഹനത്തിലുള്ള മറ്റാളുകളും അതിവേഗം മുന്നോട്ട് പോയി തിരിഞ്ഞ് ആ ശ്രീപ്രകാശ് ശുക്ല പോയ വഴിയെ അവരുടെ ജീപ്പ് ഒന്ന് പറത്തി എന്ന് തന്നെ പറയാം. അതിവേഗം വാഹനം ഓടിക്കുന്നതിനിടയിൽ രാജേഷ് അയാളുടെ ടീമംഗങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞു. മയൂർ വിഹാറിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഹൈവേയിൽ ശ്രീപ്രകാശിന് വാഹനമുണ്ടെന്നുള്ള വിവരമാണ് അയാൾ റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും മറ്റ് മേഖലകളിൽ ശ്രീപ്രകാശിനെ തിരക്കിക്കൊണ്ടിരുന്ന ബാക്കി 4 വാഹനങ്ങളും ആ റോഡ് ലക്ഷ്യമാക്കി നീങ്ങി. ഇതേ സമയത്ത് ദില്ലി സ്പെഷ്യൽ പോലീസിനെയും അരുൺകുമാർ വിവരം അറിയിച്ചു. സ്പെഷ്യൽ പോലീസിന്റെ ടീമും ഹൈവേയിലേക്ക് ഇറങ്ങി. സ്വാഭാവികമായിട്ടും ആ ഹൈവേയിൽ ഒരു യുദ്ധസമാനമായ പ്രകടനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അനവധി പോലീസ് വാഹനങ്ങൾ ഹൈവേയിലേക്ക് പാഞ്ഞു വരുമ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സകല ആളുകളുടെ ശ്രദ്ധ ആ വാഹനങ്ങളിലേക്ക് സ്വാഭാവികമായി വരും. പോലീസ് അവരുടെ കഴിവിന്റെ പരമാവധി അവിടെയുള്ള സകല സ്ഥലവും അരിച്ചു പറക്കിയെങ്കിലും ശ്രീപ്രകാശ് ശുക്ല വളരെ ഭംഗിയായി അങ്ങ് മുങ്ങി. പക്ഷേ പോലീസിന് ഇപ്പോ ഒരു കാര്യം ബോധ്യമായി. ശ്രീപ്രകാശ് ശുക്ല ഇവിടെ സമീപത്ത് എവിടെയോ ഉണ്ട്. ശ്രീപ്രകാശിനെ ഇനി ഒളിച്ചോടാനുള്ള സ്ഥലം ഇല്ല. ആ കാര്യം STFന് ഉറപ്പായി. STF അവിടെ അന്വേഷണം ഏതാണ്ട് ചുരുക്കിക്കൊണ്ടുവരികയാണ്. വസന്ത് വിഹാർ, ഹോസ്, മയൂർ വിഹാർ ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കോള് വന്നിരിക്കുന്നത്. വസന്ത് കുഞ്ചിലാണ് അയാൾ താമസിക്കുന്നതെങ്കിലും അവിടെ വെച്ച് ഒരു കോള് പോലും ശ്രീപ്രകാശ് വിളിച്ചിട്ടില്ല. അയാൾ കോള് വിളിക്കാനായി അല്പം ദൂരേക്ക് പോയിട്ടേ വിളിക്കൂ. ആ കാര്യം പോലീസിന് അതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ 3 മേഖലയിൽ നിന്ന് ആ കോള് വരുന്നത് ഇവിടെ എവിടെയോ ശ്രീപ്രകാശ് ഉണ്ട്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ട ശ്രീപ്രകാശ് വീട്ടിലെത്തുമ്പോഴേക്കും അയാൾക്കൊരു കോള് വന്നു. അത് ഗോരഖ്പൂരിൽ നിന്നാണ്. ഗോരഖ്പൂരിലുള്ള അയാളുടെ ഫാമിലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അയാൾ കേട്ടത്. അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ STF ആണ്. ആ വിവരം കേട്ടതും ശ്രീപ്രകാശ് ഒന്ന് പതറിയെന്ന് പറയാം. ശ്രീപ്രകാശ് എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും അടുത്ത നിമിഷത്തിൽ അയാൾ UPയിലെ ഒരു മിനിസ്റ്ററെ വിളിച്ചു. മിനിസ്റ്റർ ഫോൺ എടുത്തതും ശ്രീപ്രകാശ് അയാളോട് പറഞ്ഞു, മിസ്റ്റർ മിനിസ്റ്റർ, ഞാൻ ശ്രീപ്രകാശ് ശുക്ല. എൻ്റെ കുടുംബത്തെ പോലീസ് വേട്ടയാടുകയാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് വിടാൻ നിങ്ങൾ ഇടപെടണം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വരവ് വരേണ്ടി വരും. ആ വാക്കിന്റെ അർത്ഥം ആ മിനിസ്റ്റർക്ക് അറിയാം. ശ്രീപ്രകാശ് അയാളെ മാത്രമല്ല വിളിച്ചത്, വേറെയും 2 മിനിസ്റ്റേഴ്സിനെ കൂടി വിളിച്ചു. അതിന് ഫലമുണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ ആ മിനിസ്റ്റേഴ്സ് മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെ കാണാനായി അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി. മുഖ്യമന്ത്രിയുടെ ചേംബറിന്റെ പുറത്ത് അകത്തേക്ക് കയറാനുള്ള അനുവാദത്തിന് വേണ്ടി ആ 3 മിനിസ്റ്റേഴ്സും കാത്തു നിൽക്കുമ്പോൾ വേറെ 2 മന്ത്രിമാർ കൂടി അവിടെ എത്തി. അവരും കല്യാൺ സിംഗിനെ കാണാൻ വേണ്ടി അനുവാദത്തിന് ശ്രമിച്ചു തുടങ്ങിയിട്ട് കുറെ ദിവസമായി. മറ്റൊരു ആവശ്യത്തിനാണ് യഥാർത്ഥത്തിൽ അവർ കല്യാൺ സിംഗിനെ കാണുമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ കല്യാൺ സിംഗ് അവർക്ക് കാണാനുള്ള പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട് അവരങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് സീനിയേഴ്സ് ആയിട്ടുള്ള ആ 3 മിനിസ്റ്റേഴ്സും അവിടെ എത്തുന്നത് അവർ കണ്ടത്. കല്യാൺ സിംഗിന്റെ പെർമിഷൻ കിട്ടിയതും ആ 5 അംഗ ടീം
അകത്തേക്ക് കടന്നു. ആ മിനിസ്റ്റർമാരുടെ ലീഡർ എന്ന് പറയാവുന്ന ആള് കല്യാൺ സിംഗിനോട് പറഞ്ഞു, സാർ, ആ ശ്രീപ്രകാശ് ശുക്ലയുടെ കുടുംബത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അവരെ വിടാനുള്ള നടപടിയെടുക്കണം. അത് കേട്ടതും കല്യാൺ സിംഗ് ദേഷ്യത്തോടെ ആ മിനിസ്റ്റേഴ്സിനോട് പറഞ്ഞു, നോക്കേ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഒരു കൊടും ക്രിമിനലാണ് ആ ശ്രീപ്രകാശ്. അയാളുടെ കുടുംബത്തെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അത് കാരണമുണ്ടാകും. ഈ ശ്രീപ്രകാശ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുടുംബം അറിയാറുണ്ട്. ശ്രീപ്രകാശ് ആളുകളെ ഭീഷണിപ്പെടുത്തി ഉണ്ടാക്കിയെടുത്ത കാശ് ഈ കുടുംബത്തിലും ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്തേ പറ്റൂ. ഒരു കാരണവശാലും അവരെ വിടാൻ പറ്റില്ല. അവരെ മാത്രമല്ല, അവരുടെ കൂട്ടാളികളുടെ കുടുംബത്തെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കല്യാൺ സിംഗ് ഉറപ്പിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ആ മിനിസ്റ്റേഴ്സ് ശരിക്കും വിരണ്ടു. അമ്പരപ്പോടെ കല്യാൺ സിംഗിനെ നോക്കുന്ന ആ മിനിസ്റ്റേഴ്സിനോടായി കല്യാൺ സിംഗ് പറഞ്ഞു, നോക്കേ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ശൈലിയിലെ കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ പോലീസിനോട് പറയും. അത് വളരെ വ്യക്തമായ ഒരു ഭീഷണിയാണ്. ഒരു കാരണവശാലും ഇനി ശ്രീപ്രകാശുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനും കല്യാൺ സിംഗിനെ അവർ സമീപിക്കരുതെന്നാണ് കല്യാൺ സിംഗ് അവരോട് പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഭയന്നുപോയ ആ മിനിസ്റ്റർമാർ പുറത്തിറങ്ങി പരസ്പരം ചർച്ച ചെയ്തു. ശ്രീപ്രകാശ് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ അവരെ വിളിക്കും. കല്യാൺ സിംഗിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് ശ്രീപ്രകാശിന് അവർ വാക്ക് കൊടുത്തതാണ്. കല്യാൺ സിംഗ് അവർ ഇറക്കിവിട്ട കാര്യം ശ്രീപ്രകാശിനോട് അവർ പറഞ്ഞാൽ ശ്രീപ്രകാശ് ചിലപ്പോൾ അവരെ തട്ടും. ആ കാര്യം അറിയാവുന്ന അവർ അവസാനം ഒരു ധാരണയിലെത്തി. ശ്രീപ്രകാശിനോട് കള്ളം പറയാം, കല്യാൺ സിംഗിനെ കാണാൻ പറ്റിയില്ല എന്ന് പറയാം. അങ്ങനെ പിരിഞ്ഞ അവരെ രാത്രി ശ്രീപ്രകാശ് വിളിച്ചപ്പോൾ ആ 3 മിനിസ്റ്റേഴ്സും അതേ കഥ തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി തിരക്കിലായതുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ ശ്രീപ്രകാശിനെ ഗോരഖ്പൂരിൽ നിന്ന് അയാളുടെ സുഹൃത്ത് വിളിച്ചു. ആ സുഹൃത്ത് ഒരു കാര്യം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. മിനിസ്റ്റർമാരിൽ ഒരാളുടെ PA അയാളുടെ ഒരു സുഹൃത്താണ്. ആ PA കല്യാൺ സിംഗിനെ ആ മിനിസ്റ്റർമാർ കണ്ട കാര്യവും കല്യാൺ സിംഗ് അവർ ഇറക്കി വിട്ട കാര്യവും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ ആ കാര്യം ശ്രീപ്രകാശിന്റെ സുഹൃത്തിനോട് പറഞ്ഞതുകൊണ്ടാണ് ആ സുഹൃത്ത് ശ്രീപ്രകാശിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. കാര്യം കേട്ട ശ്രീപ്രകാശ് ആ നിമിഷം തന്നെ ആ മിനിസ്റ്റേഴ്സിനെ വിളിച്ചു. ആ മിനിസ്റ്റേഴ്സിനോടായി ശ്രീപ്രകാശ് പറഞ്ഞു, നോക്കേ, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? നിങ്ങളെ ഇതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിക്കും ഭയന്നുപോയ ആ മിനിസ്റ്റർമാർ ശ്രീപ്രകാശിനോട് പറഞ്ഞു, ശ്രീപ്രകാശ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മുഖ്യമന്ത്രി വല്ലാതെ കടപ്പിടുത്തത്തിലാണ്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുക DGPക്കാണ്. അങ്ങനെ ആ മിനിസ്റ്റർമാർ തീർത്തു പറഞ്ഞതും ശ്രീപ്രകാശ് അടുത്ത നിമിഷത്തിൽ DGPയെ വിളിച്ചു. ഉത്തർപ്രദേശിലെ മുഴുവൻ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെ ഫോണിൽ കിട്ടണമെന്ന് ശ്രീപ്രകാശ് ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ആ ഫോണെടുത്ത ആള് ശ്രീപ്രകാശിനോട് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. ശ്രീപ്രകാശ് അയാളോട് പറഞ്ഞു, എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം DGPയോട് പറയാനുണ്ട്. ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയാണ്. വളരെ ശ്രദ്ധാപൂർവം ശ്രീപ്രകാശ് ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്ത ആള് DGPയുടെ ഫോണിലേക്ക് കണക്ട് ചെയ്തു. DGPയെ കണക്ഷൻ കിട്ടിയതും ശ്രീപ്രകാശ് DGPയോട് പറഞ്ഞു, ഞാൻ ശ്രീപ്രകാശ് ശുക്ല. ശ്രീപ്രകാശ് ശുക്ല എന്ന് കേട്ടതും DGP ഒന്ന് അമ്പരന്നു എന്ന് പറയാം. അയാൾ ശ്രീപ്രകാശിന് ചോദിച്ചു, എന്നെ ഫോണിൽ വിളിക്കാനുള്ള ധൈര്യം നീ കാണിക്കുന്നു? അങ്ങനെ DGP ചോദിച്ചതും ശ്രീപ്രകാശ് അയാളോട് പറഞ്ഞു, മിസ്റ്റർ DGP, നിങ്ങൾ ആ പോസ്റ്റിൽ നിന്ന് മാറ്റാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഒന്ന് നിരത്തിലോട്ട് ഇറങ്ങി ട്രിഗർ ഒന്ന് അമർത്തിയാൽ കുറഞ്ഞത് 20 പേരെങ്കിലും 1 മിനിറ്റിൽ കൊല്ലപ്പെടും. ആ 20 പേരെ ഞാൻ കൊന്നാൽ ഉറപ്പായും സർക്കാർ നിങ്ങളെ മാറ്റും. അത് കേട്ടതും DGP ശ്രീപ്രകാശിനോട് പറഞ്ഞു, ഫോൺ വെക്കണ. അങ്ങനെ പറഞ്ഞുകൊണ്ട് DGP ആ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം DGP ആ നിമിഷത്തിൽ തന്നെ അഡീഷണൽ DGP അജയരാജ് ശർമ്മയെ വിളിച്ചു. അയാളോടായി DGP പറഞ്ഞു, അജയരാജ്, ഇനി ഒട്ടും താമസിക്കണ്ട, അവനെ തീർക്കണം. ഒരു കാരണവശാലും അവൻ ജീവിക്കാൻ പാടില്ല. DGP അത് പറയുമ്പോൾ DGPയുടെ ആ ഫീല് ADGP അജയരാജ് ശർമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അജയരാജ് ശർമ്മ അതുപോലെ തന്നെ ദില്ലിയിലുള്ള അരുൺകുമാറിനും ടീമിനെ അറിയിച്ചു. ഇതേ സമയത്ത് ബീഹാറിലെ ആ റായ് ബിഹാരി പ്രസാദിനെ കൊലപ്പെടുത്തതിന്റെ FIR തയ്യാർ ചെയ്തപ്പോൾ ആ FIRൽ പേരുകൾ ചേർത്തിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ 2 MLAമാരുമുണ്ട്. ആ മന്ത്രിയെ കൊലപ്പെടുത്താനായി സൂരജ് പാനോട് ആവശ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ MLAമാരും ഉണ്ടെന്നാണ് പോലീസിന്റെ ആ FIR സൂചിപ്പിക്കുന്നത്. സൂരജ് പാനും ലലൻ സിംഗും ശ്രീപ്രകാശ് ശുക്ലയും MLAമാരും ഒക്കെ ചേർന്ന് ഒരുപാട് ആളുകൾ പ്രതിപട്ടികയിലുണ്ട്. 2 സ്റ്റേറ്റുകൾ അവരുടെ എൻറ്റയർ പോലീസും അതിനൊപ്പം ഇതാ ദില്ലി പോലീസും ശ്രീപ്രകാശ് ശുക്ലയെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ശ്രീപ്രകാശ് ശുക്ലയ്ക്ക് ഇപ്പോ ഒരു ഭയം വന്നു തുടങ്ങിയിട്ടുണ്ട്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരോ കാര്യമായി ചോർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് പെട്രോൾ പമ്പിന് സമീപത്ത് ആ ട്രാഫിക് ജംഗ്ഷനിൽ പോലീസ് അവനെ തേടി വന്നത്. ശരിക്കും അവിടെ
ശ്രീപ്രകാശ് ഉണ്ടെന്ന് എങ്ങനെ പോലീസിന് മനസ്സിലായെന്ന് ശ്രീപ്രകാശിന് അങ്ങോട്ട് മനസ്സിലായിട്ടേ ഇല്ല. ആ പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാറി അറോറയോട് ഏകദേശം 20 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചത് മാത്രമാണ് അവൻ ചെയ്ത ഏക കുറ്റം. അറോറ അങ്ങ് ലക്നൌവിലുള്ള അറോറയോട് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ലക്നൗ പോലീസിന് ദില്ലിയിലുള്ള അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ലക്നൌവിലെ പോലീസ് വേറെ, ദില്ലിയിലെ പോലീസ് വേറെ. അത് ശ്രീപ്രകാശിന് അറിയാം. ലക്നൌവിലെ പോലീസിന് ദില്ലിയിലെത്താനും ദില്ലിയിൽ അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇതുവരെയും ശ്രീപ്രകാശിന്റെ മനസ്സിലോട്ട് പതിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രീപ്രകാശ് അതുകൊണ്ട് തന്നെ അവന്റെ ഇടവും വലവുമുള്ള അവരെയാണ് സംശയത്തോടെ നോക്കുന്നത്. അൻഷു അല്ലെങ്കിൽ സുധീർ, അവരാരോ തന്നെ ഒറ്റുന്നുണ്ട്. അവർ 3 പേരും മാത്രമാണ് അവിടെ ആ മയൂർ വിഹാറിൽ അവൻ എത്തിയ കാര്യം അറിയാവുന്നത്. പക്ഷെ പോലീസ് ഇതാ അവിടെ എത്തിയിരിക്കുകയാണ്. ആ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ശ്രീപ്രകാശിന്റെ മനസ്സിൽ മയൂർ വിഹാറിലെ സംഭവങ്ങളാണ് ഉള്ളത്. പക്ഷെ പിറ്റേന്ന് രാവിലെ അൻഷു ഒരു ഇംഗ്ലീഷ് പത്രത്തിലെ വാർത്ത അവൻ വായിച്ച് കേൾപ്പിച്ചതോടുകൂടി ശ്രീപ്രകാശിന്റെ സന്തോഷം മടങ്ങി വന്നു. മയൂർ വിഹാറിൽ പോലീസ് പരാജയപ്പെട്ടതിനെ കുറിച്ച് ആ ഇംഗ്ലീഷ് പത്രം ഡീറ്റെയിൽ ആയി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ നാഷണൽ പത്രങ്ങളാണ്. ഇതാ നാഷണൽ പത്രത്തിലും തന്നെ കുറിച്ച് വാർത്ത വന്നിരിക്കുകയാണ്. ശരിക്കും ആ വാർത്ത ഇംഗ്ലീഷ് പത്രങ്ങളോടുള്ള ശ്രീപ്രകാശിന്റെ ഒരു താല്പര്യം വർദ്ധിപ്പിച്ചു എന്ന് പറയാം. പിറ്റേ ദിവസം മുതൽ ശ്രീപ്രകാശിന് വേണ്ടി അനവധി ഇംഗ്ലീഷ് പത്രങ്ങളാണ് അഞ്ജു കളക്ട് ചെയ്ത് തുടങ്ങിയത്. ശ്രീപ്രകാശിനെ കുറിച്ചുള്ള സചിത്ര ഫീച്ചറുകളും മറ്റുമൊക്കെ വന്നു തുടങ്ങിയാണ്. അതിന്റെ കാരണം ഒരു ദൂരദർശൻ പ്രോഗ്രാമാണ്. ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ദൂരദർശൻ ടെലികാസ്റ്റ് തുടങ്ങിയിരുന്നു. അതിൽ ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള പിടികിട്ട പുള്ളി ശ്രീപ്രകാശ് ശുക്ലയാണെന്ന് അർത്ഥശങ്കയ്ക്കിടയിലാത്തൊന്നും വ്യക്തമാക്കിയിരുന്നു. ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നത്. ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതോടുകൂടി സകല ആളുകളും ശ്രീപ്രകാശ് ശുക്ല എന്ന് പറയുകയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പത്രങ്ങളിൽ വാർത്തകളുടെ കൂമ്പാരം വന്നിരിക്കുന്നത്. ഒരുപാട് വാർത്തകൾ, വിശദാംശങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് പത്രങ്ങളിലാണ്. ധാരാളം ലേഖകർ ശ്രീപ്രകാശിന്റെ 91 മുതൽ 98 വരെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് സചിത്ര ഫീച്ചറാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഓരോ പത്രവും മറ്റു പത്രത്തിനെ അപേക്ഷിച്ച് ഒരു പടി മുന്നിൽ നിൽക്കാനായി ബോധപൂർവ്വം ശ്രമിച്ചപ്പോൾ ഒരു വലിയ കഥ തന്നെ ശ്രീപ്രകാശുമായി ബന്ധിപ്പിച്ചുണ്ടാവുകയാണ്. ആ കഥകളൊക്കെ വായിച്ച് അതിമനോഹരമായി അഞ്ജു ശ്രീപ്രകാശിനോട് പറയുമ്പോൾ ശ്രീപ്രകാശിന് ഇങ്ങനെ കുളിരിങ്ങനെ കയറി വരും. ശരിക്കും അവനൊരു നാഷണൽ ഹീറോ ആയി മാറുകയാണ്. സകലരും ഭയത്തോടെ മാത്രം കാണുന്ന ശ്രീപ്രകാശ് ശുക്ല എന്ന ആ ഡോണായി താനിതാ പരിണമിക്കുന്നു. ആ ഒരു തോന്നൽ ശ്രീപ്രകാശിനുണ്ട്. അതേസമയത്ത് സൂരജ് മാൻ അവർക്ക് വേണ്ടി പുതിയൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കൊട്ടേഷൻ അവർ ചെയ്യേണ്ടത് റാഞ്ചിയിലാണ്. ദില്ലിയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് അവർ റാഞ്ചി പോകേണ്ടത്. റാഞ്ചിയിൽ അവരെത്തുമ്പോൾ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും അവിടെ റെഡിയായിരിക്കും. ഫ്ലൈറ്റിൽ ഒരു കാരണവശാലും ആയുധം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ശ്രീപ്രകാശിനും കൂട്ടർക്കും അറിയാം. ശ്രീപ്രകാശ് ബന്ധപ്പെടുന്ന ഫോൺ നമ്പറുകൾ നിരന്തരം നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന പോലീസ് ആ സംഭാഷണം കേട്ടു. ശ്രീപ്രകാശും അയാളുടെ കൂട്ടാളികളും ദില്ലി എയർപോർട്ട് വഴി റാഞ്ചിയിലേക്ക് പോവുകയാണ്. ആ ഫോൺ കോൾ കേട്ട STFന് ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്, എന്നാണ് പോകുന്നുള്ള കാര്യം. അടുത്ത ഏതെങ്കിലും ദിവസം ശ്രീപ്രകാശ് ഉറപ്പായിട്ടും ദില്ലി എയർപോർട്ട് വഴി റാഞ്ചിയിലേക്ക് പറക്കും. ആ കാര്യം, ആ സംഭാഷണം ശ്രദ്ധിച്ച് STFന് 100% ഉറപ്പാണ്. STF ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർക്ക് ഡേറ്റ് കിട്ടി. 98 സെപ്റ്റംബർ 20 ശ്രീപ്രകാശും കൂട്ടരും ദില്ലിയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പറക്കുകയാണ്. റാഞ്ചിയിലേക്ക് പോകാനായി അവർ എടുക്കുന്ന ടിക്കറ്റ് സ്വാഭാവികമായും മറ്റാളുകളുടെ പേരിലായിരിക്കും. ഇന്നാണ് ID കാർഡ് വിമാനത്തിൽ കയറാൻ അനിവാര്യമായിട്ടുള്ളത്. അന്ന് രാജ്യത്തിനകത്തുള്ള യാത്ര ഈസി ആയിട്ട് ആർക്ക് നടത്താൻ പറ്റും. ദില്ലിയിൽ നിന്ന് ബസ്സിൽ റാഞ്ചിയിലേക്ക് പോകും പോലെ വിമാനത്തിൽ റാഞ്ചിയിലേക്ക് പോവാം. സെപ്റ്റംബർ 20 ദില്ലി വിടാൻ പോവുകയാണ് ശ്രീപ്രകാശും അയാളുടെ കൂട്ടാളികളും. റാഞ്ചിയിലെ ആ കൊട്ടേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർ മിക്കവാറും അവിടെ നിന്ന് നേപ്പാളിലേക്ക് കടക്കും. അവിടെ സംഭാഷണം അതാണ് വിളിച്ചു പറയുന്നത്. സൂരജ് മാൻ അറസ്റ്റിലായാൽ ശ്രീപ്രകാശ് മറ്റെങ്ങോട്ടെങ്കിലും മുങ്ങും. അതുകൊണ്ടാണ് സൂരജ് മാനെ പോലീസ് ഏതാണ്ട് അവരുടെ കൈവശത്തിന് നിർത്തിയിരിക്കുന്നത്. സൂരജ് മാൻ ആണെങ്കിൽ പോലീസ് അറിയാതെ താൻ രഹസ്യമായി താമസിക്കുകയാണെന്നുള്ള ഫീലാണ് ഉള്ളത്. 98 സെപ്റ്റംബർ 19 പിറ്റേ ദിവസമാണ് ശ്രീപ്രകാശും കൂട്ടരും റാഞ്ചിയിലേക്ക് പറക്കുന്നത്. റാഞ്ചിയിലേക്ക് പോകുന്ന ശ്രീപ്രകാശും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാനായി എയർപോർട്ടിന് ചുറ്റും പോലീസിന്റെ ഒരു സന്നാഹം ഒരുക്കുന്നതിനെ കുറിച്ച് അരുൺകുമാർ എയർപോർട്ടിന്റെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ട് ഹൈവേയിലൂടെ ഘാസിയാബാദിലേക്ക് വരികയാണ്. അരുൺകുമാറിനൊപ്പം രാജേഷ് പാണ്ഡെയും ഉണ്ട്. പിറ്റേ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിർണായകമായ ദിവസമാണ്. അവരുടെ ശ്രമത്തിന് ഫലമുണ്ടാകാൻ പോവുകയാണ്. ആ സന്തോഷം അരുൺകുമാറിലും രാജേഷിലും SP വീർ സിംഗിലും ഒക്കെ ഉണ്ട്. ആ ടീം ഘാസിയാബാദ് ടൗണിന് സമീപം എത്താറായപ്പോൾ അവരെ ക്രോസ് ചെയ്ത്
കടന്നുപോയ വാഹനം രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ കൺകോണിലൂടെ അയാൾ വ്യക്തമായും ആ കാഴ്ച കണ്ടു. ആ വാഹനത്തിൽ ഇരിക്കുന്നത് സാക്ഷാൽ ശ്രീപ്രകാശ് ശുക്ലയാണ്. അയാൾ അരുൺകുമാറിന് ആ കാര്യം പറഞ്ഞതും അരുൺകുമാർ ആ നിമിഷം തന്നെ ആ വാഹനത്തെ ഫോളോ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ആ വാഹനത്തിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം അനവധി വാഹനങ്ങൾക്ക് പോകുന്നതാണ്. അനവധി പോലീസ് വെഹിക്കിളുകൾ എയർപോർട്ട് സന്ദർശിക്കാനായി നേരത്തെ എത്തിയിരുന്നു. അതിനു പുറമെ മറ്റ് പല മേഖലകളിലും ഉള്ള വാഹനങ്ങൾ STFിൻ്റെതായിട്ടുണ്ട്. അവർക്കൊക്കെ നിർദ്ദേശങ്ങൾ പോവുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു അടിപൊളി ചെയ്സാണ്. ഗാസിയാബാദിലൂടെ സാവധാനം വാഹനം ഓടിച്ചു പോകുന്ന ശ്രീപ്രകാശും ടീമും തൊട്ടുപുറകെ പോലീസ് വാഹനങ്ങൾ കണ്ടതും അവിടെ വാഹനത്തിന് വേഗത കൂട്ടി. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ വാഹനം അവർ ഇടതുവശത്തുള്ള ഒരു ടാറിടാത്ത റോഡിലേക്ക് തിരിച്ചു. ആ റോഡിലൂടെ കുതിച്ചു പാഞ്ഞ ശ്രീപ്രകാശിന്റെ വാഹനത്തിന്റെ തൊട്ടുപുറകിൽ പോലീസ് വാഹനം എത്തുന്നു മനസ്സിലായതും ശ്രീപ്രകാശിന്റെ വാഹനം ഒന്ന് വെട്ടിത്തിരിഞ്ഞു. വലത് ഭാഗത്തേക്ക് വേറൊരു റോഡുണ്ട്, അതിലേക്ക് കടക്കാനായി വെട്ടിത്തിരിഞ്ഞതും അവരുടെ ആ ജീപ്പ് ഒന്ന് തെന്നി. ആ ജീപ്പ് ഒന്ന് തെന്നിയതും അവിടെയുള്ള ഒരു ചതുപ്പിൽ ഒന്ന് പതഞ്ഞു. ശരിക്കും ഒരു പഞ്ചായത്ത് റോഡാണ്, മണ്ണിട്ട റോഡാണ്. ആ മണ്ണിൽ വാഹനത്തിന്റെ വീല് ഒന്ന് പതഞ്ഞതും ആ വാഹനത്തിന് സമീപത്തേക്ക് എത്താറായ അരുൺകുമാറിന്റെ ടീം ആ വാഹനത്തിനെ നിറയൊഴിച്ചു തുടങ്ങി. സ്വാഭാവികമായും ശ്രീപ്രകാശൻ ടീമും തിരിച്ചു നിറയൊഴിച്ചു. തുടർന്ന് അവിടെ നടന്നത് ഇരു ടീമും തമ്മിലുള്ള അതിശക്തമായ ഒരു ഫയറിംഗ് പ്രാക്ടീസാണ്. ശ്രീപ്രകാശും സുധീറും അഞ്ജുവും അവരുടെ കയ്യിലുള്ള മുഴുവൻ ഫയർ പവർ ഉപയോഗിച്ചുകൊണ്ട് അരുൺകുമാറിനെയും രാജേഷിനെയും വീർ സിംഗിനെയും ആക്രമിച്ചെങ്കിലും ആ പോലീസ് സംഘത്തിന്റെ ഫയർ പവറിന് മുകളിൽ ശ്രീപ്രകാശിനും ടീമിനും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. കാരണം അരുൺകുമാറിന്റെ ആ വാഹനത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ച മറ്റു വാഹനങ്ങളും അതിവേഗം ആ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വരുന്ന വാഹനങ്ങളിൽ നിന്നൊക്കെ ഗണ്ണുകളുമായി ചാടി ഇറങ്ങുന്ന പോലീസ് മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന കാറിന്റെ ഭാഗത്തേക്ക് നിറയൊഴിച്ചു തുടങ്ങിയതും ശ്രീപ്രകാശും അഞ്ജുവും സുധീറും കാറിന്റെ മറുഭാഗത്തുകൂടി ആ ഗട്ടർ റോഡിലൂടെ ഓടാൻ തുടങ്ങി. തൊട്ടുപുറകെ അരുൺകുമാറും ടീമും. ശരിക്കും വെടി ഉതിർത്തുകൊണ്ട് ആ പോലീസ് സേന ശ്രീപ്രകാശിനും ടീമിനെ തുരത്തുമ്പോൾ മറുഭാഗത്തുനിന്ന് പിന്നോട്ട് നീങ്ങിക്കൊണ്ട് തന്നെ അവർ വെടിവെക്കുകയാണ്. അവരുടെ കൈവശം AK-47 സ്റ്റെൻഗണ്ണുമുണ്ട്. അതിൽ നിന്നാണ് അവർ വെടിയുതിർക്കുന്നത്. ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറുഭാഗത്തുനിന്ന് വെടിശബ്ദം ഏതാണ്ട് നിലച്ചു. അരുൺകുമാറും ടീമും ഇപ്പോൾ ആ കാറിന്റെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. കാറിനടുത്തുനിന്ന് ഒരു 10-30 മീറ്റർ ആ ടാറിന്റെ റോഡിലോട്ട് മാറി 3 ആളുകൾ കിടക്കുന്നത് അവർക്ക് കാണാം. അത് കണ്ട STF സംഘം ആ ബോഡികൾ ലക്ഷ്യമിട്ടുകൊണ്ട് പിന്നെ നിറയൊഴിച്ചു. തറയിൽ കിടക്കുന്ന ആ ബോഡിയിലേക്ക് ഏകദേശം 30 മീറ്റർ അകലെ നിന്ന് നിറയൊഴിച്ചു തുടങ്ങിയ സംഘം സാവധാനം മുന്നോട്ട് നീങ്ങുകയാണ്. ആ ബോഡിയും അവർ തമ്മിലുള്ള അകലം 20ആയി, 10ആയി, 5ആയി. ആ സമയത്തും ആ ബോഡിയിലേക്ക് അവർ നിറയൊഴിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു മരണം അഭിനയിച്ച് അവരെ ആക്രമിക്കാൻ ശ്രീപ്രകാശൻ ടീമിനും അവസരം ഉണ്ടാകരുതെന്ന് കരുതിയാണ് പോലീസ് വീണ്ടും വീണ്ടും നിറയൊഴിക്കുന്നത്. ശരിക്കും ആരും ഭയന്നു പോകുന്ന ഒരു ക്രിമിനലാണല്ലോ ഈ ശ്രീപ്രകാശ്. പോലീസ് അടുത്തെത്തുമ്പോൾ അയാളുടെ ബോഡി ഏതാണ്ട് അരിപ്പ പോലെ ആയിട്ടുണ്ട്. അനവധി വെടിയുണ്ടകളാണ് അയാളുടെ ശരീരത്തിലേക്ക് കയറി ഇറങ്ങിയിരിക്കുന്നത്. സാധാരണ ശ്രീപ്രകാശ് ആളുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ അവരുടെ ബോഡി ഏതാണ്ട് അരിപ്പയാക്കാറുണ്ട്. 50-ൽ കുറയാത്ത വെടിയുണ്ടകളാണ് ഓരോ ഡെഡ് ബോഡിയിൽ നിന്നും സാധാരണ പോലീസ് കണ്ടെടുക്കുക. അതുപോലെ തന്നെയായിരുന്നു ശ്രീപ്രകാശിന്റെയും അഞ്ജുവിന്റെയും സുധീറിന്റെയും അവസ്ഥയും. അവരുടെ തല മുതൽ കാല് വരെ വെടിയുണ്ട കയറാത്ത ഭാഗമില്ല എന്ന് തന്നെ പറയാം. അവരെ 3 പേരെയും മലർത്തി കിടത്തപ്പോൾ അവരുടെ മുഖങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുകയാണ് പോലീസ് സംഘം. പോലീസ് സംഘത്തിൽ ശ്രീപ്രകാശിനെ തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അവരുടൻ തന്നെ ആ കാര്യം ഉറപ്പാക്കി. കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊടും ക്രിമിനലായ ശ്രീപ്രകാശ് ശുക്ലയാണ്. വിവരം ആ നിമിഷത്തിൽ അരുൺകുമാർ അജയരാജ് ശർമ്മയെ വിളിച്ചു പറഞ്ഞു. അജയരാജ് ശർമ്മ ആ വിവരം കല്യാൺ സിംഗിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയെ വിളിച്ച് അറിയിച്ചു. സ്പെഷ്യൽ സെക്രട്ടറി ആ വിവരവുമായി നിയമസഭയുടെ വാതിൽക്കലെത്തി. അകത്ത് മുഖ്യമന്ത്രി കല്യാൺ സിംഗ് സംസാരിക്കുകയാണ്. വാതിൽക്കലെത്തിയ സ്പെഷ്യൽ സെക്രട്ടറി ശരിക്കും ശ്രമപ്പെട്ടാണ് ഒരു പേപ്പർ മറ്റൊരു മിനിസ്റ്റർ വഴി കല്യാൺ സിംഗിന്റെ കയ്യിലെത്തിക്കുന്നത്. കല്യാൺ സിംഗ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള ഇടപെടലുകളും ആരും സാധാരണഗതിയിൽ നടത്താറുള്ളതല്ല. ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാഭാവികമായി ചർച്ചകൾ തുടങ്ങുക. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ കല്യാൺ സിംഗിന്റെ കയ്യിലേക്ക് വന്ന ആ പേപ്പറിൽ കല്യാൺ സിംഗ് നോക്കി. ആ പേപ്പറിലേക്ക് നോക്കിയിട്ട് കല്യാൺ സിംഗ് സ്പീക്കർ നേരെ തിരിഞ്ഞു. അദ്ദേഹത്തോടായി കല്യാൺ സിംഗ് പറഞ്ഞു, ബഹുമാനപ്പെട്ട സ്പീക്കർ, എനിക്ക് ഈ നിമിഷത്തിൽ ബഡ്ജറ്റിൽ നിന്ന് മാറി ഒരു കാര്യം
സഭയോട് പറയാനുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ. സ്പീക്കർ ഉടൻ അത് അനുവദിച്ചു. ആ സഭയ്ക്കകത്തുള്ള മുഴുവൻ ആളുകളും ആകാംക്ഷയോടെ കല്യാൺ സിംഗ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായി ശ്രദ്ധിക്കുമ്പോൾ കല്യാൺ സിംഗ് അവരോട് പറഞ്ഞു, എനിക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ശ്രീപ്രകാശ് ശുക്ലയെ വെടിവെച്ചു കൊന്നു. അയാളുടെ അനുയായികളെ കൊല്ലപ്പെട്ടു. കല്യാൺ സിംഗ് അത് പറയുമ്പോൾ സഭയിൽ ബഡ്ജറ്റ് റിപ്പോർട്ട് ചെയ്യാനായി എത്തിയ പത്രക്കാരും ഒക്കെ ഉണ്ട്. ബഡ്ജറ്റ് അവതരണം കാണാൻ എത്തിയവരും റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ പത്രക്കാരും സഭയിലകത്തുള്ള ഭരണ പ്രതിപക്ഷ ആളുകൾ മൊത്തം എണീറ്റ് നിന്ന് ഒരേപോലെ കൈയടിക്കുകയാണ്. ശരിക്കും ശ്രീപ്രകാശ് ശുക്ലയെ ആ എൻറ്റയർ സദസ്സും ഭയപ്പെട്ടിരുന്നുവെന്ന് അവരുടെ കൈയടി വെളിവാക്കുകയാണ്. ഒരു വല്ലാത്ത സന്തോഷം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സകലരും പ്രതിഫലിക്കുകയാണ്. വാർത്ത ഇതിനകം വാർത്താ ചാനലുകൾ വഴി ബ്രേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഗാസിയാബാദിലെ ഹൈവേയിൽ വെടിയേറ്റ് വീണ ആ 3 കൊടും ക്രിമിനലുകളുടെ അടുത്തേക്ക് അനവധി പോലീസ് വാഹനങ്ങളാണ് തൽഫലമായി പാഞ്ഞു വരുന്നത്. ദില്ലിയുടെ എല്ലാ മേഖലയിൽ നിന്നും പോലീസിന്റെ വൻ സന്നാഹമാണ് ആ വെടിയേറ്റ് വീണ ഭാഗത്തേക്ക് വന്നത്. ശരിക്കും ദില്ലി പോലീസിനും ശ്രീപ്രകാശ് ശുക്ലയുടെ ആ മരണത്തിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അവരൊക്കെ ശ്രീപ്രകാശ് ശുക്ലയുടെ കഥ വായിക്കാറുണ്ട്. ഈ കഥയിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ശ്രീപ്രകാശ് ശുക്ല ഏതാനും ദിവസം മുമ്പ് അയാൾക്ക് ശരിക്കും വിശ്വാസമുള്ള ഒരു പൂജാരിയെ ഫോണിൽ വിളിച്ചിരുന്നു. അയാൾ ഒരു കൽക്കട്ടക്കാരനാണ്. വളരെ തടസ്സം ശ്രീപ്രകാശിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നത് കൊണ്ട് എന്താണ് പരിഹാരം എന്നറിയാൻ വേണ്ടിയാണ് അയാൾ ആ പൂജാരിയെ വിളിച്ചത്. ആ പൂജാരി ശ്രീപ്രകാശിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കാളിയെ അറിയാമല്ലോ. ഹിന്ദു പുരാണങ്ങളിലെ ദേവതയായ കാളിയെ സ്വാഭാവികമായും ശ്രീപ്രകാശിന് അറിയാം. ശ്രീപ്രകാശ് ആ കാര്യം അറിയാമെന്ന് പറഞ്ഞതും ആ പുരോഹിതൻ ശ്രീപ്രകാശിനോട് പറഞ്ഞു, കാളിയുടെ കഴുത്തിൽ തലയോട്ടികൾ കിടക്കുന്ന കണ്ടിട്ടില്ലേ? ഉണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്നറിയാവൂ? ശ്രീപ്രകാശിന് കൃത്യമായി അറിയത്തില്ല. ആ പുരോഹിതൻ പറഞ്ഞു, 101. 101 ആളുകളെ തല വെട്ടിയെടുത്ത് ആ തലകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മാലയാണ് കാളിദേവി ധരിക്കുന്നത്. ശ്രീപ്രകാശ്, 101 ആളുകളുടെ കൊല നിനക്ക് നടത്താൻ പറ്റിയാൽ നീയും അമരത്വം നേടും. പിന്നെ ആർക്കും നിന്നെ തൊടാനാവില്ല. ആ വിവരം പൂജാരി പറഞ്ഞ ആ നിമിഷം മുതൽ ശ്രീപ്രകാശും അഞ്ചുവും സുധീറും ചേർന്ന് ശ്രീപ്രകാശ് നടത്തിയ കൊലപാതകങ്ങൾ പതുക്കെ ഒതുങ്ങി തുടങ്ങി. കൊല എണ്ണി വന്നപ്പോൾ കൃത്യം 100 എണ്ണമുണ്ട്. റാഞ്ചിയിലെ കൊല ശ്രീപ്രകാശിന്റെ ജീവിതത്തിലെ 101ാമത്തെ കൊലയാകും. ആ കൊലപാതകം നടത്തുന്നതോടുകൂടി ശ്രീപ്രകാശ് തികച്ചും അമരത്വം നേടുകയാണ്. പിന്നെ ഒരിക്കലും ശ്രീപ്രകാശിനെ ആർക്കും തൊടാൻ പറ്റില്ല. ആ ഒരു ധാരണ ശ്രീപ്രകാശിന്റെ മനസ്സിലേക്ക് വന്നതും ശ്രീപ്രകാശും സുധീറും അഞ്ചും ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് അന്ന് ഗാസിയാബാദിൽ ഒന്ന് കറങ്ങാൻ പോയത്. അവിടെ വെച്ചാണ് STFന്റെ വെടിയേറ്റ് അവർ മൂവരും വീണത്. അരുൺകുമാറും ടീമും ദില്ലിയിൽ നിന്ന് ലക്നൗ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ആ എയർപോർട്ട് ശരിക്കും ഒരു ജനസാഗരം തന്നെയാണെന്ന് പറയാം. ആ ജനസാഗരത്തിന്റെ ഏതാണ്ട് നല്ലൊരു ഭാഗവും പോലീസാണ്. വൻതോതിൽ പോലീസ് എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും ആ പോലീസുകാർ വളരെ ഭയത്തോട് മാത്രം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പേരാണ് ശ്രീപ്രകാശ് ശുക്ല. ആ ശ്രീപ്രകാശ് ശുക്ലയെയാണ് ഇത് അരുൺകുമാർ നേതൃത്വം കൊടുക്കുന്ന STF അവസാനിപ്പിച്ചിരിക്കുന്നത്. പത്രക്കാരും രാഷ്ട്രീയ നേതാക്കളും വ്യാപാര പ്രമുഖരും എന്ന് വേണ്ട ഒരുപാട് ആളുകൾ എയർപോർട്ടിൽ കൂടിയിട്ടുണ്ട്. ഏകദേശം 5000-ലധികം ആളുകളാണ് അന്ന് അരുൺകുമാറിനെയും ടീമിനെയും സ്വീകരിക്കാനായി ലക്നൗ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. ലക്നൗ എയർപോർട്ടിൽ നിന്ന് അരുൺകുമാറിനെയും ടീമിനെയും ഏതാണ്ട് വലിയൊരു ആവേശത്തോടു കൂടി നമ്മുടെ വേൾഡ് കപ്പ് ജയിച്ചു വന്ന ക്രിക്കറ്റ് ടീമിനെ കൊണ്ടുപോകും പോലെയാണ് ജനം STFന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഭാരതത്തിൽ അതിനു മുമ്പും അതിനുശേഷവും ഈ ശൈലിയിൽ പോലീസിന് ഒരു സ്വീകരണം എവിടെയെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ സത്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലൊരു സ്വീകരണമാണ് ജനം അരുൺകുമാറിനും ടീമിനും നൽകിയത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് STFന്റെ ഓഫീസിന്റെ മുൻവശത്ത് സാക്ഷാൽ അജയരാജ് ശർമ്മ നിൽപ്പുണ്ട്. അജയരാജ് ശർമ്മ ആ ടീമിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയായിരുന്നു എന്നതാണ് സത്യം. ഒരുപാട് പത്രലേഖകർ ചോദ്യങ്ങളുമായി അവിടെ കൂടിയിട്ടുണ്ട്. അരുൺകുമാറിനോടായി ഒരു പത്രലേഖകർ ചോദിച്ചു, സർ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ സർ. ഈ ശ്രീപ്രകാശ് ശുക്ല ഒരുപാട് സിം കാർഡുകൾ ഉപയോഗിക്കുന്ന ആളല്ലേ? എങ്ങനെയാ അയാളുടെ ആ ഫോൺ കോളുകൾ നിങ്ങൾ കണ്ടെത്തിയത്? ആ ചോദ്യം ആ പത്രലേഖിക ചോദിച്ചതും അരുൺകുമാർ ചിരിച്ചുകൊണ്ട് ആ ലേഖികയോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ മൈൻഡുള്ള ഒരാളാണ്. അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. UPയും ബീഹാറിനെയും ഞെട്ടിച്ച ശ്രീപ്രകാശ് ശുക്ല എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനലിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.